എന്തുട്ടത് അരമണിക്കൂറായല്ലോ ഓട്ടോയ്ക്കുള്ളിൽ ഇരുന്ന് മേക്കപ്പ് ഇടാൻ തുടങ്ങിട്ട്. പുറത്തേക്ക് ഇറങ്ങടാപ്പാ. എടാ ഞാൻ പെണ്ണ് കാണാൻ വേണ്ടി പോവാടാ. ആ പെണ്ണിനുണ്ടല്ലോ ഈ ഹീറോയെ ഇഷ്ടപ്പെടണ്ടേടാ. പാവം തന്നെ. ആരാന്ന് പറയടാ? ഞാൻ ഓട്ടോയുടെ കണ്ണാടിയെ പറഞ്ഞാടാ. അത് ഇതാണോ കല്യാണ ചെറുക്കൻ? ആ അതെ, ഞാൻ അവന്റെ ചിറ്റമ്മയോ ഇത് ചിറ്റപ്പനുമോ. നമസ്കാരം. 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 കുട്ടിയോട് വരാൻ പറയും. ഹലോ. കുട്ടിക്ക് നാണായെന്ന് തോന്നുന്നു. ആ അതെ. 10 പവൻ സ്വർണം, 10,000 രൊക്കം, ബാക്കി കല്യാണ ചെലവെല്ലാം നിങ്ങൾ തന്നെ നോക്കുന്നു ബ്രോക്കർ പറഞ്ഞു. നിങ്ങളെ കുറിച്ച് അന്വേഷിച്ചപ്പോ നല്ല കുടുംബാണെന്ന് എല്ലാരും പറഞ്ഞു. കുട്ടിയെ ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അവളോട് ഒരു വാക്ക് ചോദിച്ചോളൂ. എന്റെ കൊച്ചിച്ച, ഏത് പെണ്ണിനാ എന്നെ ഇഷ്ടപ്പെടാതിരിക്കേ? ഞാൻ ഇവിടത്തെ ഏറ്റവും വലിയ ഹോട്ടലിൽ ഏറ്റവും വലിയ പാചകക്കാരനാ. എനിക്ക് മാസം 15,000 രൂപ ശമ്പളമുണ്ട്. ഇങ്ങനെപ്പെട്ട ഒരു പയ്യന് എങ്ങനെ പെണ്ണിനെ ഇഷ്ടപ്പെടാതിരിക്കും? എനിക്ക് പെണ്ണിനെ ഒരുപാട് ഇഷ്ടമായി. നാളെ വേണമെങ്കിലും നമുക്ക് വിവാഹം നടത്താന്നേ. ഞാൻ റെഡി. പക്ഷേ ഒരു കണ്ടീഷനുണ്ട്. ഞാൻ സിനിമയിൽ ഹീറോയായിട്ട് അഭിനയിക്കാൻ വേണ്ടി ട്രൈ ചെയ്തോണ്ടിരിക്കുക. അതിനാര് തടസ്സം നിന്നാലും ഞാൻ ഒരിക്കലും സമ്മതിക്കൂല. ശരി, അത് ആ സമയം നോക്കിയാ പോരെ. എന്റെ ചിറ്റേ, ഞാൻ ഒരു ഡയറക്ടറെ ഇപ്പൊ കണ്ടേ ഉള്ളൂ. ഏത്? ആ കഞ്ചാവ് കേസിലകത്ത് പോയാൽ ആ ഡയറക്ടർ അല്ല, ഇത് വേറെ ഡയറക്ടറാ. 50,000 രൂപ കൊടുത്തിട്ടുണ്ട്. അടുത്ത പടത്തിലെ ഞാനാ ഹീറോ. പടം എങ്ങാനും ഓടിയാ ഞാൻ എവിടെ എത്തും? പിന്നെ ഫഹത്ത് അമേരിക്കയിലോട്ടും നവീൻ പോളിയെ ചെന്നൈയിലേക്ക് പോയിന്റ് വരും. ഞാൻ പിന്നീട് മലയാള സിനിമയെ ഒരു കലക്കും. വിടില്ല ഞാൻ. അടുത്ത ഇലക്ഷനിൽ മത്സരിച്ച് ഞാൻ വേണമെങ്കിൽ CM വരെ ആവും. ഈ കാര്യമെങ്കിലും ഉറക്കൊന്ന് വിചാരിച്ചതാ. ഇന്നലെ വന്നവൻ ഇനി എന്റെ പയ്യനെന്ന് പറഞ്ഞ എന്റെ സ്വഭാവമാണ്. ഇങ്ങനെ വരുന്നവനൊക്കെ വേണ്ടാന്ന് പറഞ്ഞ എന്താ എന്റെ അർത്ഥം? ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വിട്ടേക്ക്. ചുമ്മാ അതിന് ആവശ്യമില്ല സംസാരിക്കുന്നത്. പെറുപെറുക്കാതെ പിന്നെ എന്തുവാ ചെയ്യണ്ടേ? നിന്നെ ഒരുത്തനെ ഏൽപ്പിച്ചിട്ട് വേണം എനിക്ക് നിന്റെ അച്ഛനും കൂടി നാട്ടിലേക്ക് പോവാൻ. നീയാണെങ്കിൽ വരുന്നവനെയൊക്കെ വേണ്ടാന്നും പറഞ്ഞോണ്ടിരിക്കുന്നു. നിങ്ങളുടെ ജോലി തീരാൻ വേണ്ടിട്ടേ എനിക്ക് എന്റെ ജീവൻ നശിപ്പിക്കാനൊന്നും പറ്റില്ല, മനസ്സിലായോ? എനിക്ക് ഇഷ്ടപ്പെട്ട പയ്യനെ കിട്ടുന്നവരെ ഞാൻ കല്യാണം കഴിക്കത്തില്ല. നീ വിചാരിക്കുന്ന സൈസുള്ളവൻ വന്നാ നിന്റെ ജോലി കേൾക്കുമ്പോ തന്നെ ഓടിപ്പോവാണ്. അതിന് നിങ്ങൾ എന്നെ പഠിപ്പിക്കാൻ വിടണമായിരുന്നു. പഠിക്കാൻ വിട്ടിരുന്നെങ്കിലോ ടീഷർട്ടും പാന്റും എല്ലാം ഇട്ട് നല്ലൊരു ജോലിക്ക് ഞാൻ പോവായിരുന്നു. നിങ്ങൾക്ക് എനിക്കും പയ്യനെ തരുന്ന ജോലി കുറയുമായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ട സ്കൂളിൽ നിങ്ങൾ വിട്ടില്ല. അറ്റ്ലീസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പയ്യനെങ്കിലും കിട്ടി തന്നൂടെ? എടി പെണ്ണേ, ഞാനും നിന്റെ പ്രായത്തിലെ മമ്മൂട്ടിയെ കല്യാണം കഴിക്കണമെന്നാ വിചാരിച്ചത്. പക്ഷെ നിന്റെ അച്ഛനെ കല്യാണം കഴിച്ച് നിന്നെ പ്രസവിച്ചില്ലേ? നിങ്ങളുടെ ഈ മുഖത്തിന് മമ്മൂട്ടിയെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിച്ചില്ലേ? അപ്പൊ എനിക്ക് ദുൽഖറിനെയും കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിച്ചൂടെ? ഇവള് തള്ളയുടെ ഒരു ആഗ്രഹം. എന്താടി ഇന്നലെ കണ്ട ചെക്കനെ നിനക്ക് പിടിച്ചില്ലേ? എന്താ ശ്രീധനെ ഒരുപാട് ചോദിച്ചു അവൻ? പെണ്ണിനെ ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഇഷ്ടപ്പെടുന്ന തന്നാ മതിയെന്ന് പറഞ്ഞു. പിന്നെന്താ, ചെക്കനെ കാണാൻ കൊള്ളാമോ? സിനിമയിലെ ഹീറോ ആയിട്ട് അഭിനയിക്കാൻ പോവുക. ആണോ? കൈ കൊടുത്തെന്നോ ആദ്യം നീ. ഇപ്പൊ ചെക്കൻ എന്താ ചെയ്യുന്നത്? ആര്യഭവനിലെ സപ്ലയർ ആയിട്ട് ജോലി ചെയ്യുക. അത് പിന്നെ കാഷ്യറിന്റെ അടുത്ത് ബസ് പാസിന് പൈസ മേടിക്കുമ്പോ എന്റെ പൈസ കൂടെ വാങ്ങിക്കണേ. ശരി. അല്ല, നിനക്കെന്താ ലവ് മാരേജ് ചെയ്താല്? ഞാൻ വേണ്ടെന്ന് പറഞ്ഞോ? എനിക്ക് ഇഷ്ടപ്പെട്ട പോലെ ഒരുത്തൻ എന്നോട് വന്ന് ഐ ലവ് യു എന്ന് പറയണ്ടേ? എന്നാ നിനക്ക് പിടിച്ച ആളോട് നീ ഐ ലവ് യു പറ. നമ്മൾ പോയി എങ്ങനെ പറയും? ഇത് നോക്ക്, ലാലേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട് നിന്റെ ജീവിതം നിന്റെ കയ്യിലാന്ന്. അതുകൊണ്ട് മറ്റുള്ളവർ പറയുന്നത് നീ കാര്യമാക്കണ്ട. നിനക്ക് ശരിയെന്ന് തോന്നുന്നത് നീ ചെയ്.
നമസ്കാരം സാർ. എന്താ ശശി, സുഖം തന്നെയല്ലേ? സുഖാണ് സാർ. സാർ എങ്ങനെ ഇരിക്കുന്നു? എന്താ വണ്ടി റെഡിയാണോ? ഉണ്ട് സാർ, പക്ഷേ 80 മോഡലാണ്. എന്തോ 80യോ? 2016 36 വർഷമായാലോടാ. പഴയ മോഡലായിരിക്കോടാ. സാറേ വണ്ടി സൂപ്പർ കണ്ടീഷനാ. ഏത് രജിസ്ട്രേഷനാ? കേരള ആണ് സാർ. എന്ത് കേരളവാടാ? ഈ ആന്ധ്ര, തമിഴ്നാട്, കർണാടക, ഡൽഹി ഫോറിൻ രജിസ്ട്രേഷൻ അങ്ങനെ ഒന്നും ഇല്ലേ? ഇപ്പൊ സ്റ്റോക്ക് ഒന്നും ഇല്ല സാറേ. വന്ന ആദ്യത്തെ ഫോൺ സാറിനാ. നിന്റെ ഒരു കാര്യം, 5000 10,000 കൂടുതലായ കുഴപ്പമൊന്നുമില്ല, പക്ഷെ വണ്ടി നന്നായിരിക്കണം. മനസ്സിലായോ? എന്നാ ശരി, നോക്കിട്ട് ഫോൺ ചെയ്യാൻ ഞാൻ. ഓക്കെ സാറേ, ഞാൻ വിളിക്കാം. എടാ പന്നെ ശശി, സാറേ അത് സത്യമായിട്ട് 98 മോഡൽ തന്നെയാ. ചുമ്മാ എന്നോട് കള്ളൊന്നും പറയല്ലേ, എന്നെ കുറിച്ച് നിനക്ക് അറിയാലോ. സാറേ സാറിന് എന്തോ ആള് മാറിയെന്നാ എനിക്ക് തോന്നുന്നേ. ഡോ, താൻ പറഞ്ഞ അതേ ബീച്ച് തന്നെയാ. പിന്നെ നീ പറഞ്ഞ അതേ ആർച്ച്, അതേ മഞ്ഞ കളർ സാരിയും. ചുമ്മാ ഒന്ന് പോ സാറേ, കളിക്കല്ലേ. എടോ, 15,000 രൂപ തന്നത് നിന്റെ കൂടെ കളിക്കാൻ വേണ്ടിട്ടാണെന്ന് വിചാരിച്ചോ? സാറേ എന്താ ഈ പറയുന്നേ? ഇപ്പൊ താൻ എവിടെയല്ലേ? സാറേ ഞാനിപ്പോ MG റോഡിലുണ്ട് സാർ. നീ അവിടെ തന്നെ നിൽക്ക്, ഞാൻ ഈ സാധനത്തിന് അങ്ങോട്ട് കൊണ്ടുവരാം. അപ്പൊ നീ അറിയും ഇന്ന് നിന്റെ കാര്യം പോക്കാടാ. കൊടുത്ത കാശ് മുതലായി. ചന്ദ്രൻ അയച്ചതാണോ? ആ അതെ, ഒന്ന് കാറിൽ വെയിറ്റ് ചെയ്യൂ, ഞാനിപ്പോ വരാം. ശരി. സോറി ചേച്ചി, തെറ്റിദ്ധരിക്കല്ലേ. സാരി കൺഫ്യൂഷൻ കാരണം ചേച്ചി തെറ്റിദ്ധരിച്ചു പോയി. ഞാനും വെയിറ്റിംഗിലാ. എന്റെ അമ്മൂ. ഓ എന്റെ ഗുരുവായൂരപ്പാ, ഈ വയർ എങ്ങനെയെങ്കിലും ഒന്ന് കുറച്ചെടുക്കണം. ശ്വാസം മുട്ടിത്തുടങ്ങി. ഡാ, ദേ അവളകത്തുണ്ട്, അവളെ കൊണ്ട് വീട്ടിൽ വിട്ടിട്ട് വാ. ആ ശരി ഏട്ടാ. അയ്യോ എന്റെ പൊന്നോ, നാണം കണ്ടില്ലേ? ഇത്രയും നേരം നീ എങ്ങനെയായിരുന്നു? ജോലി വേറെ, ഇത് വേറെ. ആഹാ, ഫോട്ടോ ചോദിച്ചെവിടെടി? ഫോട്ടോ എന്തിനാ? ആ 1001 രാവുന്നൊരു ബുക്ക് എഴുതാൻ പോവാ, അതിനു വേണ്ടിട്ടാ. ഡാ, നിന്റെ അനിയത്തെ സൂക്ഷിച്ചു കൊണ്ടോണം കേട്ടോ. ശരി ഏട്ടാ. 1 മണിക്കൂർ മുമ്പ് അയാൾക്ക് അനിയത്തിയാണെന്ന് തോന്നിയില്ലായിരുന്നോ? അനിയത്തി എന്ന് പറഞ്ഞതേ എനിക്കാ. ഹലോ, ഞാൻ തന്നെ. പറ. ഇപ്പോഴാ ജോലി കഴിഞ്ഞത്, ബസ്സിൽ വന്നോണ്ടിരിക്കുക. ആ, കുഞ്ഞിന് ഭക്ഷണം കൊടുത്തായിരുന്നോ? ട്യൂഷന് പോയോ അവള്? ശരി, ഓക്കെ, ഞാൻ വരുമ്പോ വാങ്ങിച്ചോണ്ട് വരാം. അതെ, നിന്റെ വിവാഹം കഴിഞ്ഞോ? വിശ്വസിക്കാനാവുന്നില്ല. മതി പറഞ്ഞത്, ആദ്യം കാര്യം പറ. നിങ്ങളുടെ നമ്പർ വേണം. എന്തിനാ? അതിനാ, വേറെന്തിനാ? എനിക്കൊരു കാര്യം മനസ്സിലാവുന്നില്ല. പെണ്ണുങ്ങളുടെ അടുത്ത് അങ്ങനെ എന്താ ഉള്ളത്? എല്ലാ ആണുങ്ങളും എന്തിനാ ഇങ്ങനെ പുറകെ നടക്കുന്നത്? കണ്ട് കേട്ട് ഉണ്ടുയർത്ത് ഉട്ടറിയും ഐമ്പുലനും പെണ്ണോട് കണ്ടേയില്ല. തിരുക്കുറല് പോലെ ഉണ്ട്, പക്ഷെ അർത്ഥം മനസ്സിലായിട്ടില്ല. എനിക്കറിയില്ല, തമിഴ്നാട്ടിലുള്ളത് കൊണ്ട് ഇതൊക്കെ പഠിച്ചെന്നേ ഉള്ളൂ. കണ്ണ്, കാത്, വായ, മൂക്ക്, സ്പർശനം, ഈ 5 കാര്യങ്ങൾക്കും ഒന്നിച്ച് വിരുന്നൊരുക്കുന്ന ഒരു ഉപകരണമാണ് ഈ സ്ത്രീകൾ. ശരി, ഏജന്റ് നമ്പർ തരാം. അവനെ കോണ്ടാക്ട് ചെയ്തിട്ട് എന്റെ പേര് പറഞ്ഞാ മതി.
അതെ, സ്ട്രെയിറ്റ് ആയിട്ട് ഡീൽ ചെയ്ത ബഡ്ജറ്റ് കുറയല്ലോ, അതുകൊണ്ടാ. ആഹാ, ഒരു മിനിറ്റ്. ഹലോ, പറയ. സോറി സർ, ടെസ്റ്റ് മാച്ച് ഒന്നും എനിക്ക് പിടിക്കില്ല. വൺ ഡേ മാച്ച് ആണെങ്കിൽ ഓക്കെ, 2020 ആണെങ്കിൽ ഒത്തിരി ബെറ്ററാ. ആ ഓക്കെ സർ, അങ്ങനെയാണോ? നോക്കാം നമുക്ക്. ശരി, നമ്പർ തരാം, ബട്ട് ഒരു കണ്ടീഷൻ. വേറെ ആർക്കും നമ്പർ തരരുത്. നീയും എനിക്ക് എപ്പോഴും ഫോൺ ചെയ്ത് സൊല്ലാൻ നിൽക്കരുത്. കാര്യമുണ്ടെങ്കിൽ മാത്രം ഫോൺ ചെയ്യണം. അതെ, ഈ അമൗണ്ടിന്റെ കാര്യമൊക്കെ 10,000. അതെ, ഞങ്ങളൊക്കെ പാവങ്ങളാണേ. ബാർഗനൊന്നും ചെയ്യണ്ട, കുറയ്ക്കാൻ പറ്റില്ല. സാധനങ്ങൾക്കൊക്കെ വില കൂടുതലല്ലേ. സാധനങ്ങൾക്കൊക്കെ വില കൂടുന്ന കാര്യം എനിക്കും അറിയാം. എനിക്ക് കുറച്ച് ഡിസ്കൗണ്ട് തന്നൂടെ? കുടുക്കയിൽ പൈസ ചേർത്തിട്ട് ഫോൺ വിളിക്കേ. ഇന്നു മുതൽ തന്നെ സേവിങ്സ് തുടങ്ങണം, നേടിയേ പറ്റൂ. നിന്നെ മാനേജർ വിളിക്കുന്നു. ഇവിടെ നിക്ക്, ഞാൻ പോയിട്ട് ഇപ്പൊ വരാം. സർ, ജെൻ സെക്ഷൻ 3rd ഫ്ലോറിലാ. അല്ല, ഞാൻ ബ്രാ വാങ്ങിക്കാൻ തന്നെ വന്നേ. ലേഡീസിനെ വിളിച്ചോണ്ട് വന്നിരുന്നെങ്കിൽ നന്നായിരുന്നേനെ. ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയാ ഞാൻ തന്നെ വന്നേ. ശരി, എന്ത് സൈസാ വേണ്ട? സൈസ് അറിയില്ലല്ലോ. സൈസ് അറിയാതെ വാങ്ങിച്ചത് വേസ്റ്റ് ആയി പോകും. ലേഡിന്റെ സൈസ് ഉണ്ടാവും. ഈ സൈസ് കറക്റ്റ് ആയിരിക്കും. ഇത് ഗിഫ്റ്റ് പാക്ക് ചെയ്യാൻ പറ്റുമോ? ഗിഫ്റ്റ് കൊടുക്കാൻ എത്ര സാധനങ്ങളുണ്ട്, ഇതാണോ കൊടുക്കുന്നത്? ലാസ്റ്റ് ടൈം വാച്ച് വാങ്ങിച്ചു കൊടുത്തപ്പോ നീ തന്നെ 8 തരുമെന്ന് ചോദിച്ചു, അതുകൊണ്ടാ ഇപ്രാവശ്യം. നിന്നെ മാനേജർ വിളിക്കുന്നു. ജെൻ സെക്ഷൻ 3rd ഫ്ലോർ അല്ലേ? ഞാൻ നാളെ വന്ന് വാങ്ങിച്ചോളെ. താങ്ക് യു. ഇവനെ കണ്ടിട്ട് ഒന്നും വാങ്ങിക്കാൻ വന്നതുപോലെ തോന്നുന്നില്ല. എന്തായാലും നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഉണ്ടോ? ഛേ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിന്റെ അടുത്ത് പറയാതെ വേറെ ആരടുത്ത് പറയാനാ? എടി,
നിനക്ക് ബ്രാ സെക്ഷനിലല്ലേ, ഇവിടെ എന്താ ചെയ്യുക? അല്ല, ഒരു പ്രധാനപ്പെട്ട കാര്യം പറയണം. അതെ, സമയം എന്തായി? 10:35. ശരി ശരി, കസ്റ്റമർ നോക്കിക്കോ. എന്റെ വീട്ടിന്റെ അടുത്തൊരു വീട് റെന്റിന് കിടക്കുവാ. നിനക്കറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയടി. ഫാമിലി ആയിരുന്നാലും കുഴപ്പമില്ല, ബാച്ചിലർ ആയിരുന്നാലും ഒരു കുഴപ്പമില്ല. നിന്റെ വീടിന്റെ വഴി എനിക്കറിയാടി, പക്ഷേ വാടകയ്ക്ക് വരുന്നവർക്ക് അറിയില്ലല്ലോ. അഡ്രസ് പറയാം, നോട്ട് ചെയ്തോ. അച്ചോ, എന്റെ അടുത്ത് പേപ്പറും പേനയില്ലല്ലോ. കുഴപ്പമില്ല, ഞാൻ പറയുന്നത് മനസ്സിൽ വെച്ചിരുന്നാ മതി. എത്തിരാജൽ സ്ട്രീറ്റ് 1/129. സാറേ എവിടെയാ? ഞാൻ അർജന്റായിട്ട് പോയിക്കൊണ്ടിരിക്കടാ. ഒരു വീട് ഒഴിവുണ്ട്. നീ വീട് കണ്ടോ? കണ്ടു ചേട്ടാ. ഔട്ട്ലുക്ക് എങ്ങനെയുണ്ട്? ഫസ്റ്റ് ഫ്ലോർ ആണ്. വീട് ഇഷ്ടപ്പെട്ടു, നന്നായിട്ടുണ്ട്. നിനക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ടോക്കൺ അഡ്വാൻസ് കൊടുക്ക്, ഞാൻ വന്ന് കണ്ടോളാം. പിന്നെ ശരി ചേട്ടാ. എന്താടോ ഗേറ്റ് തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നേ? ഇവിടെ ഒരു ടൂലറ്റ് ബോർഡ് ഉണ്ടായിരുന്നു സാർ. ഉണ്ടായിരുന്നു, അതിനിപ്പോ എന്താ? ഇപ്പൊ അത് കാണുന്നില്ലല്ലോ സാർ. ഇപ്പോഴാ ഒരുത്തൻ അഡ്വാൻസും കൊടുത്തോണ്ട് പോയത്. കള്ളം പറയില്ല സാർ, ഇപ്പോഴേ ഞാൻ അത് കണ്ടത്. ഞാൻ എന്തിനാടോ കള്ളം പറയുന്നത്? ഞാനല്ലേ ഈ വീട്ടിന്റെ ഓണർ. ദേ നോക്ക്, ദോ ഇപ്പോഴാ അഡ്വാൻസ് കയ്യിൽ തന്നിട്ട് പോയത്. വീട് പോലും നോക്കിയില്ല, അറിയോ? മൂന്നാമത്തെ സ്ട്രീറ്റില് ഇതേപോലെ ഒരു ടൂലറ്റ് ബോർഡ് ഇട്ടിട്ടുണ്ട്. അത് ആരെങ്കിലും അഴിക്കുന്നതിന് മുമ്പ്, ആരെങ്കിലും വരുന്നതിന് മുമ്പ് നീ പെട്ടെന്ന് പോയി അഡ്വാൻസ് കൊടുക്ക് പോ. ആരാ? മാഡം, ടൂലറ്റ് ബോർഡ് കണ്ടായിരുന്നു. മോളിലെ വീടുള്ളത്. 3000 രൂപ വാടക, 15000 അഡ്വാൻസ്. അത് കുഴപ്പമില്ല മാഡം. നിങ്ങൾ ബാച്ചിലർ ആണോ ഫാമിലി ആണോ? ബാച്ചിലർ ആണ് മാഡം. അങ്ങനെയാണെങ്കിൽ 3500 രൂപ വാടക, 20000 അഡ്വാൻസ്. ഓക്കെ അല്ലേ? കുഴപ്പമില്ല മാഡം. വെയിറ്റ് ചെയ്യട്ടോ. ഇതാ താക്കോലോ, മോളിൽ ചെന്ന് നോക്കിക്കോളൂ. ഏയ്, വീടൊന്നും കാണേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ എപ്പോഴാ താമസിക്കാൻ വരുന്നേ? ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങൾ സിഗരറ്റും വെള്ളവും ഒക്കെ അടിച്ചോ? അതിനെക്കുറിച്ച് എനിക്ക് ഒരു പ്രശ്നമില്ല. എന്നാലും ഈ വെള്ളം അടിക്കുന്ന സമയത്ത് എന്റെ ഭർത്താവിനെ കൂട്ടുവിളിക്കരുത്. അങ്ങനെ കൂട്ടുപിടിച്ച ഓടിപ്പോയ കാമുകിയെക്കുറിച്ച് പറഞ്ഞ് എന്നെ കഴുത്തറക്കും. ഇല്ല ഇല്ല ഇല്ല, അങ്ങനത്തെ ചീത്ത സ്വഭാവം എനിക്കില്ല. എന്നാ ശരി, ഓക്കെ. ഈശ്വര. എടാ മോനെ, ഇങ്ങോട്ട് വന്ന്. മോനെ, ഈ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് തന്നെ. അംബുജൻ ടീച്ചറല്ലേ ഇവിടെ? എന്റെ അമ്മ ഇപ്പൊ ട്യൂഷൻ എടുക്കാറില്ലല്ലോ. ട്യൂഷനാ? അതെ, മന്ത്ലി ടെസ്റ്റ് തുടങ്ങിയോ നിങ്ങൾക്ക്? ബേബി ടെസ്റ്റ് എടുക്കേണ്ട സമയത്ത് മന്ത്ലി ടെസ്റ്റാ? മാഡം, ഐ എം 27 years old. ഒരു കുട്ടി ഉണ്ടാക്കേണ്ട സമയം കഴിഞ്ഞു. കണ്ടിട്ട് തോന്നുന്നില്ലല്ലോ. മാഡം, എന്നെ കണ്ട അങ്ങനെ തോന്നില്ല. ശരി, നീ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യ്, എന്നാ ഞാൻ വിശ്വസിക്കാം. വണ്ടിയെ സ്റ്റാർട്ട് ചെയ്യാനും വയസ്സിന് എന്താണ് അതൊന്നും എനിക്കറിയില്ല. നീ വണ്ടി സ്റ്റാർട്ട് ചെയ്യും, എനിക്ക് 27 വയസ്സാന്ന് ഞാൻ വിശ്വസിക്കാം. ഈ കുട്ടി ഏതാ? കൊള്ളാലോ, റിലേഷൻ മറ്റുമാണോ? അല്ല, എന്റെ മമ്മിയുടെ അടുത്ത് ട്യൂഷൻ പഠിക്കാൻ വന്നിരിക്കുക. അതെ, ഞാൻ 27 വയസ്സെന്ന് പറഞ്ഞില്ലേ, പിന്നെ എന്തിനാ ഇങ്ങനെ അവമാനിക്കുന്നേ? നീ ആദ്യം വണ്ടി സ്റ്റാർട്ട് ചെയ്യും, പിന്നെ നോക്കാം. എന്തുവാടാ കൊച്ചനെ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? രമച്ചി, കൊച്ചെന്ന് പറഞ്ഞല്ലേ, പിന്നെ കൊച്ചാക്ക ഞാൻ പറഞ്ഞേക്കാം. ചേട്ടാ, ഈ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കൊടുത്തേ. നിനക്ക് കിട്ടണോടാ, ഇങ്ങനെ തന്നെ കിട്ടണം. മര്യാദയ്ക്ക് വന്നോ കൊറിയർ കൊടുത്തോ പോയോന്നിരുന്നാ പോരെ. എന്തിനാ ആവശ്യമില്ലാതെ വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോയത്? ഒരു വണ്ടി പോലും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റാതായി പോയല്ലോ.
കൂൾ ഡ്രിങ്ക്സ് എന്തെങ്കിലും മേടിച്ചോണ്ടോ? ഹലോ, ഊട്ടിയിലോ? പാർട്ടി കറക്റ്റ് ആണല്ലോ അല്ലേ? എന്നാൽ ഞാൻ വരാം. ആ, പോയി അവളുടെ നമ്പർ മേടിച്ചത്. ചേട്ടോ, റോഡിൽ പോകുന്ന പെണ്ണിനോട് നമ്പർ ചോദിച്ചോണ്ടല്ലോ ചെരുപ്പ് ഊരി അടിക്കും, അറിയോ? എടാ പറയുന്ന കേക്കടാ, ചെല്ലടാ. ഞാൻ ഇന്ന് എന്താവൂ? ചേട്ടാ, ഇതൊക്കെ എങ്ങനെയാ? മുഖം കണ്ടത് ആളെ കണ്ടുപിടിച്ചല്ലോ. മുഖത്ത് നോക്കിയിട്ടല്ല, അവളുടെ കണ്ണിൽ നോക്കിയാ. ശരിയേട്ടാ, കണ്ണ് കണ്ട് എങ്ങനെ കണ്ടുപിടിച്ചു? ഇതിനൊക്കെ അനുഭവം വേണോടാ, പോടാ. ചേർന്നിടാമേ തോൽക്കും മാറാ ഒന്നു ചേരും വേളയിൽ നീ ഒതുങ്ങി നിൽക്കുവതെന്തേ? കുളിരൊഴുകും ഇതിശയും മലകടലായി കുതിക്കുമൻ മനസ്സും തുടി തുടിക്കും ഹൃദയം ഒരു ലതയായി പടരും ഉടലും മതി മതി നാളം പറഞ്ഞിനു ഒന്നിനൊന്നായി ചേർന്നിടാമേ തോൽക്കും മാറാ ഒന്നു ചേരും വേളയിൽ നീ ഒതുങ്ങി നിൽക്കുവതെന്ത്? നിശയിൽ നല്ലഴകൊത്തു വിരിഞ്ഞിടും മലരാം എന്നെ നോക്കാതെ മനസ്സിൽ നീ വിരൽ തൊട്ടു മീട്ടുന്ന മദനന്ദ വീണയും ഞാനാണേ. കരളിൽ ഒരു തെന്നൽ പോലെ വീശും എൻ മലരമ്പാ സുഖമായി നിന്നെഞ്ചിൻ ചൂടാൻ കുളിക്കായും എൻ ദേഹം പൊന്നാടേ. ഒന്നിനൊന്നായി ചേർന്നിടാമേ തോൽക്കും മാറാ ഒന്നു ചേരും വേളയിൽ നീ ഒതുങ്ങി നിൽക്കുവതെന്ത്?
ഓർക്കാൻ പോലും ആകാതെ നുകരാ പ്രിയരാവിൻ മേരിയ മധുവിതിലറിയാൻ പോരാമോ അധരം തേൻ ചൊരിയും പൂ പോലെ നിനക്കായി നിൽക്കും വാടാതെ വിരഹം എന്റെ നെഞ്ചിനകത്താറ് നീലമേലാപ്പു ചൂടാടേ സ്വച്ഛമൊഴുകുന്ന യാമം ഒരു കൊച്ചു കിളി നിന്റെ മാറിൽ നെഞ്ചിൽ നിറയൊന്നു മോഹം അതിനറ്റം കാണാതെ ഞാനും ഒന്നിനൊന്നായി ചേർന്നിടാമെന്ന് തോൽക്കും മരാ ഒന്നു ചേരും വേളയിൽ നീ ഒതുങ്ങി നിൽക്കുവതെന്തേ കുളിരൊഴുകും ദിശയും മലകടലായി കുതിക്കുമെൻ മനസ്സും ഇനി മതി മതി നാണം പറഞ്ഞു ഞാൻ 10 മിനിറ്റിൽ ഓഫീസ് എത്തും. ഒരു മിനിറ്റ്. അതെ, ഇവിടെ അടിച്ച പോലീസ് പിടിക്കും. വളവിലെ സ്ഥലമുണ്ട്, അവിടെ പോയ ഒരു പ്രശ്നം ഉണ്ടാവില്ല. കോമഡി പറയല്ലടാ മോനെ. അർജന്റ് ആയിട്ട് ഒരു കോൾ ചെയ്യണം. അടുത്തെങ്ങും ഒരു PCO പോലും ഇല്ല. ആ ഫോൺ തന്ന ഒരു കോൾ ചെയ്തിട്ട് തിരിച്ചു തരാം. ഒരേ ഒരു കോളേ ചെയ്യത്തുള്ളൂ. 1 രൂപയും തന്നേക്കാം. എന്നാ സംസാരിക്കും. അങ്ങനെ വാ. ബാലൻസ് ഒക്കെ ഉണ്ടല്ലോ. രാവിലെ 150 രൂപയ്ക്ക് റീചാർജ് ചെയ്തോളൂ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഹലോ, ഞാൻ ഭാസ്കരൻ തന്നെയാ. രൂപ ചോദിച്ചിരുന്നില്ലേ? അതെ സാർ, ഒരാഴ്ചക്കുള്ളിൽ തന്നെ തിരിച്ചു തന്നേക്കാം. എന്താ പറഞ്ഞേ? ജാമ്യം നിൽക്കാൻ പെണ്ണുമ്പിള്ള വരണമെന്നോ? എടോ, എന്റെ അമ്മ മരിച്ചിട്ട് 10 വർഷമായി, അറിയോ? എന്തുവാ? എന്താടാ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. വായു വരുന്നൊക്കെ പറഞ്ഞോളൂ. തിരിച്ചു ഞാൻ അങ്ങോട്ട് പക്ഷെ തെറി പറയും പറഞ്ഞേക്കാം കേട്ടോ. നിന്നെ എന്റെ കൈ കിട്ടിയുണ്ടല്ലോ, ഇതുപോലെ മുടിയെ പിടിച്ച് ദോശ കരക്കണം വരയ്ക്കുന്ന പോലെ കറക്കി നിന്റെ എടാ, ഞാൻ മലയാളത്തിൽ സംസാരിക്കുമ്പോ നീ നിന്റെ പെണ്ണുമ്പിളെ കൊണ്ട് ഇംഗ്ലീഷിൽ സംസാരിപ്പിക്കുന്നോടാ? നിന്നെ എങ്ങാനും എന്റെ കൈ കിട്ടിയോ ഈ ഫോൺ ചതിരി കിടക്കുന്ന പോലെ നിന്റെ തലമണ്ണി ഞാൻ ചതിരിക്കോട്ടോ പന്നത്തേണ്ടി. നീ ഇതൊന്ന് കേക്കനിയാ. 100 രൂപ കടഞ്ഞു വെച്ചു. ഒന്നുകിൽ ഉണ്ടെന്ന് പറയണം, അല്ലെങ്കിൽ ഇല്ല എന്ന് പറയണം. ആ പേരും പറഞ്ഞ് എന്റെ പെണ്ണുമ്പിളെ വിളിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അവന് ഞാൻ വെച്ചിട്ടുണ്ട്, വീണ്ടും വരും ഞാൻ. എടാ നശിച്ചവനെ, 100 രൂപ കടം വാങ്ങാൻ വേണ്ടിട്ട് എന്റെ 10,000ന്റെ ഫോണിലടാ നശിപ്പിച്ചത് നീ. നിന്റെ തലയിൽ പാണ്ടിലാറി കയറി ഇറങ്ങൂടാ. മച്ചു, ഓഫീസിലെ നീയും ലീവ് ഇട്ടു, ഞങ്ങളെയും ലീവ് ഇടിയിപ്പിച്ചു. അതെ, വെള്ളം അടിക്കില്ല എന്ന് പറഞ്ഞിരുന്ന ഞങ്ങളെ നീ വെള്ളം അടിപ്പിക്കാൻ വേണ്ടി വിളിച്ചോണ്ട് വന്നു. ഇപ്പൊ വെള്ളം അടിച്ച് ഫിറ്റാവുകയും അടിച്ചു. നിന്റെ മനസ്സിനകത്ത് എന്തുണ്ടെന്ന് പറഞ്ഞാലല്ലേ മനസ്സിലുള്ള പ്രശ്നം തീരൂ. 6 അടിയില് അനുഷ്കയുടെ അത്ര പൊക്കം, തമന്നയുടെ നിറം, മഞ്ജു വാര്യരുടെ കണ്ണ്, സായി പല്ലവിയുടെ അരക്കെട്ട്, അമല പോളിന്റെ ചുണ്ട്, ഇതെല്ലാം ഒന്നിച്ചുള്ള ഒരു അടിപൊളി ചരക്കിന് ഞാൻ വിവാഹം കഴിക്കാനായി നോക്കി വെച്ചിട്ടുണ്ട്. അവളെ വിവാഹം ചെയ്യാനായിട്ട് ആദ്യം അവളുടെ അച്ഛനാണ് ഞാൻ വളച്ചത്. അടുത്തെന്താ നീ അവളുടെ അമ്മയെ വളയ്ക്കാൻ പോവാ? സോറി മച്ചു, നിന്റെ ഫീലിങ്സ് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അടുത്ത് പറ. അതിനു വേണ്ടി അവളുടെ അച്ഛന് എന്റെ ശമ്പള കാശ് മുഴുവൻ ഞാൻ വെള്ളം അടിക്കാനായി കൊടുത്തു. ആള് ഫിറ്റ് ആയപ്പോ അവളെ എനിക്ക് വിവാഹം ചെയ്ത് തരാന്ന് അവളുടെ അച്ഛൻ അമ്പലത്തിൽ വെച്ച് എനിക്ക് സത്യം ചെയ്തു തന്നു. ഞാനും അയാളും വെള്ളം അടിച്ചുകൊണ്ട് വിവാഹത്തെ കുറിച്ച് വളരെ സീരിയസ് ആയിട്ട് ഡിസ്കസ് ചെയ്തു. അതെന്റെ കിളി പോലത്തെ പെണ്ണ് കേട്ടു. കിളി പറന്നു പോയിട്ടുണ്ടാവല്ലോ. അനിയ, നീ തമാശയൊക്കെ പറഞ്ഞാലും സത്യത്തിൽ അത് തന്നെയാ സംഭവിച്ചത്. പക്ഷേ കിളി
ഒറ്റക്കല്ല പറഞ്ഞത്, ഇടക്കിളിയുടെ കൂടെയാ പറന്നു പോയത്. അവളെ വിവാഹം കഴിച്ച് ആദ്യ രാത്രിക്ക് ഹണിമൂണിന് ഊട്ടിയിലേക്ക് വിളിച്ചു കൊണ്ടുപോയി എന്തെല്ലാം ചെയ്യണമെന്ന് ഞാൻ സ്വപ്നം കണ്ടു. എന്റെ സ്വപ്നങ്ങളെല്ലാം പരവൂരിലെ വെടിക്കെട്ട് പോലെ കാറ്റി നശിച്ചു പോയടാ. അത് മറക്കാനാ ഞാനിങ്ങനെ വെള്ളം അടിച്ച് നശിക്കുന്നത്. നീ വെറുതെ വിഷമിക്കണ്ട അളിയാ. നിനക്ക് ആദ്യ രാത്രി നടന്നില്ലെങ്കിൽ എന്ത്, നമുക്ക് പകൽ അറേഞ്ച് ചെയ്യാടാ. ഇപ്പൊ നീ പറഞ്ഞത് കാര്യത്തിലാണോ തമാശക്കാണോ? എടാ ഞാൻ കാര്യമായിട്ട് പറയുവാ, വിശ്വസിക്ക്. കഴിയോ? ഈ ലോകത്തില് പറ്റില്ല എന്നുള്ള കാര്യം വളരെ കുറവാടാ. കാരണം നമ്മൾ പ്രയത്നിക്കാറില്ല. ഹലോ സാറേ, ഞാൻ മീനയുടെ ഫ്രണ്ടാ സംസാരിക്കുന്നേ. ഇന്ന് ഈവനിങ് പ്രോഗ്രാമിന് ഒരു പാർട്ടി വേണമായിരുന്നു. ആ ആ ആ ആ ആ ആ ആ ശരി, ആ ഓക്കെ സാർ. ആ പെണ്ണിന്റെ നമ്പർ ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ. തെറി പറഞ്ഞിട്ട് അവൻ വച്ചടാ ഫോൺ. ഓക്കെ ഞാൻ വരുന്നില്ല മച്ചു, പ്ലീസ്. എടാ വേണ്ട, ഞങ്ങളൊക്കെ മുതിർന്നവരാടാ. പ്ലീസ് എടാ, ഞാൻ കാശ് തരാടാ. എത്ര തരും? 10 രൂപ തരാം. അതായത് ടിപ്സ് കൊടുത്തിട്ട് വീട്ടിൽ ചെന്നിരുന്ന് ആ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന പെണ്ണുങ്ങളെ വെള്ളം അടിച്ചോണ്ട് വന്ന് ചിലവന്മാര് ശല്യം ചെയ്യുന്നുണ്ടെന്ന് ദിവസമായിട്ട് കംപ്ലൈന്റ് വരുന്നുണ്ട്. ഇന്ന് അവന്മാരെ പിടിച്ചേ പറ്റൂ. SI വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഇവിടെ വന്നോ, ഞങ്ങൾ അപ്പുറത്ത് മറഞ്ഞു നിൽക്കാം. അളിയ, ഞാൻ വിചാരിച്ചതുപോലെ ആൾറെഡി അനുഷ്കയുടെ പൊക്കം അവളെ പൊക്കി നടുവിൽ വെച്ചിട്ട് നമുക്ക് വണ്ടി എടുത്തോണ്ട് പോകാടാ. വിളിക്കുന്നത് ഇപ്പൊ എടുക്കല്ലേ, അവൻ വില കൂട്ടും. വേഗം പോവും, പിക്കപ്പ് ചെയ്യാ. ആ ഓടിക്കേ. നിർത്തറ ഒന്ന് നിർത്തറ. നല്ല ഉരുപ്പടിയാണല്ലോ. നിങ്ങള് ഞാനോ? എന്നോ പുറപ്പെടാ. കാരെന്തിനാ നിങ്ങൾ അങ്ങനെ പൊക്കി നടുവിലിരുത്തി രണ്ടുപേരും സുരക്ഷിതമായി കൊണ്ടുപോകാം. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്തിരുന്ന കാർ ഇപ്പൊ എത്തും. കാറൊന്നും വേണ്ടതേ, ഇതാണ് സേഫ്റ്റി. ഒന്ന് വന്നേ. ഫോൺ ചെയ്തൊന്ന് കൺഫേം ചെയ്യും. മാഡം, കണ്ടിട്ട് കുട്ടികളെ പോലെ തോന്നുന്നുണ്ടല്ലോ. ഇവന്മാരാണോ? അതെ സർ, ഇവന്മാര് തന്നെ. ഒന്ന് വെയിറ്റ് ചെയ്യൂ. അപ്പോ ജീപ്പ് കൊണ്ടുവരാൻ പറയട്ടെ? ഇപ്പൊ വേണ്ട സർ. കലികാലം അല്ലാതെ എന്ത് പറയാനാ? കൊച്ചു TV കാണേണ്ട പ്രായത്തില് FTV കാണുന്നത്. അല്ല, ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. അല്ല, വീടാണോ ഹോട്ടലാണോ, ഏത് സ്ഥലാ? ഏത് സ്ഥലം ഫിക്സ് ചെയ്തില്ലല്ലോ. ഞങ്ങൾക്ക് ഗസ്റ്റ് ഹൗസ് ഒക്കെ ഉണ്ട്. അതെയാ? അവിടെ സേഫ്റ്റി ആയിരിക്കും. എപ്പോഴും യൂണിഫോമില് 4 പേര് കാവലിനായിട്ടുണ്ടാവും. കാവൽക്കാരൊക്കെ ഉണ്ടോ? പോയ ഉടനെ തുടങ്ങാല്ലേ? അതിനെ കുറിച്ച് ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങൾ ചെന്ന് കഴിയുമ്പോ അവര് തന്നെ പാന്റൊക്കെ ഊരിക്കോളും. എന്റെ അമ്മോ, തൊഴിലുള്ളൊരു ഭക്തിയെ. അറ്റാച്ച് ബാത്റൂം ഒക്കെ ഉണ്ടോ? ഓ യെസ്, പക്ഷെ ബെഡുകളില്ലാത്തത്. നിങ്ങൾ എന്തിനാ വിഷമിക്കുന്നത്? ഞങ്ങൾ രണ്ടുപേരും തറട്ടിക്കട്ടാ. AC ഒക്കെ ഉണ്ടോ? AC കോപ്പൊക്കെ എന്തിനാ? കിട്ടിയ സ്ഥലത്ത് വെച്ച് പണി തീർക്കാ. അല്ല, ചാപ്പാടൊക്കെ കിട്ടുമോ അവിടെ? പുതിയ കല്യാണ ചെറുക്കനെ എങ്ങനെ സ്വീകരിക്കോ അതുപോലുള്ള ഗവനിപ്പായിരിക്കും. 4-5 റൂമൊക്കെ ഉണ്ട്. ഫോൺ ചെയ്ത് അറേഞ്ച് ചെയ്തത് ഞാനാ. മിണ്ടി പോകരുത്, അറേഞ്ച് ചെയ്തത് ഞാനാ. നിങ്ങൾ എന്തിനെ വഴക്കൂടുന്ന? അറ്റ് ടൈമിൽ 2 പേരും ഒരേ മുറിയില്. സത്യാണോ ഈ പറയുന്നത്? ശരിയാ പറയുന്നത്. അല്ലല്ല, ആ റൂമിൽ പോയ ടോട്ടലായിട്ട് നിങ്ങളുടെ ഫീലിംഗേ മാറും. എന്റെ അമ്മോ, എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലേ. നിങ്ങൾ തെറ്റിദ്ധരിക്കില്ലെങ്കിൽ എനിക്കൊരു കിസ് തരാൻ പറ്റുമോ? അങ്ങനെയാണോ? ഇതൊന്ന് പിടിച്ചേ. അടുത്തേക്ക് വന്നാലേ തരാൻ പറ്റുള്ളൂ. അളിയാ, നിന്റെ അടുത്തൊരു 10 രൂപ ഉണ്ടോ? എങ്കിൽ വേഗം താടാ, വേഗം താ. സാറേ, ഇതാ 10 രൂപ, എന്നെ വിട്ടേക്ക് സാറേ. നമുക്ക് വേണ്ടി എല്ലാം അറേഞ്ച് ചെയ്തില്ലേ? ആ നശിച്ചവനാ ഫോണില്. ഹലോ, ആ പെണ്ണെ ട്രാഫിക്കിൽ കുടുങ്ങിയിരിക്കുക. വരണമെങ്കിൽ ഒരു 1/2 മണിക്കൂർ സമയം. ഇത് നേരത്തെ പറഞ്ഞു തൊലച്ചൂടായിരുന്നോടാ. പറയാൻ വേണ്ടി ഞാൻ സാറിനെ ഫോൺ ചെയ്തു, പക്ഷെ സാർ അപ്പൊ എല്ലാം ഫോൺ കട്ട് ചെയ്തില്ലേ?
അതൊക്കെ പോട്ടെ, നിങ്ങളൊരു 10 മിനിറ്റ് ആ ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്ത് ആ പെണ്ണുതെ ഡാന്ന് പറഞ്ഞ് വന്ന് അവിടെ നിൽക്കും. ഇവിടെ സിറ്റുവേഷൻ കുറച്ച് ദയനീയമായ അവസ്ഥയിലാണ്. നീ വേണമെങ്കിലേ പട്ടം പോലീസ് സ്റ്റേഷനിലേക്ക് വന്നേക്കടാ. ജോലിക്ക് പോകുന്നില്ലേ? ലീവാ. കടയോ? ഇല്ല, ഞാൻ ലീവാ. എന്തു പറ്റി? സുഖമില്ലേ നിനക്ക്? ഇന്ന് എന്റെ ബർത്ത്ഡേ തള്ളേ. അതെനിക്കറിയാം. ഇത്ര നാളും ഇല്ലാത്ത ബർത്ത്ഡേ ഇന്നെന്താ പുതുമയായിട്ട്? ഒന്നും ഉണ്ടായിരിക്കുന്നുണ്ടോ? ഇന്ന് ഒരു ദിവസങ്ങൾ സന്തോഷിക്കുന്നതിൽ എന്താ ഇത്ര അസൂയ? അപ്പൊ ഇന്ന് നീ വീട്ടിൽ തന്നെ കാണുമല്ലോ. എന്തിനാ? അല്ല, ഇന്ന് വൈകുന്നേരം നിന്നെ കാണാൻ ആൾക്കാർ വരുന്നുണ്ട്, അതുകൊണ്ട് ചോദിച്ചതാ. ഇനി എന്നെ ആരും പെണ്ണ് കാണാൻ വരണ്ട. അതെന്താ? വേണുവിന്റെ ഫ്രണ്ടിന്റെ കല്യാണത്തിന് കാർ എടുത്തോണ്ട് പോയിരിക്കുക. ആ, ഞാൻ നിങ്ങൾ പറഞ്ഞ സ്ഥലത്തിന്റെ അടുത്ത് തന്നെ ഇപ്പൊ നിൽക്കുന്നേ. ആ, നീ വേണമെങ്കിൽ അയച്ചേക്ക്. നീ ഒരു ഓട്ടോയിലേക്ക് വിട്ടേക്ക്, ഞാൻ പിക്കപ്പ് ചെയ്തോളാം. അതെ, ഓക്കെ. ഇത് എന്റെ കാറിന്റെ അടുത്താണല്ലോ നിൽക്കുന്നേ. എടാ, നീ എവിടെയാ ഉള്ളേ? ഏട്ടാ, കല്യാണ വീട്ടിലാ ഉള്ളേ. നാളെ രാവിലെ വന്നേക്കാം. ശരിയാക്കി തരാടാ. എന്തായാലും കണ്ട് ഇനി എങ്ങനെയെങ്കിലും തടിയൂരാം.
എടാ ഇതെന്താ നിന്റെ പെങ്ങളാണോ? ഏട്ടാ ഞാൻ പ്രേമിക്കുന്ന പെണ്ണാ. പിന്നെന്തിനാടാ നുണ പറഞ്ഞേ? ഏട്ടാ അത് പിന്നെ ഇതാണ് ഫസ്റ്റ് ടൈം ഞാനും ഇവളും കൂടി പുറത്തു വരുന്നത്. ഞാൻ വേണ്ടെന്ന് പറഞ്ഞതാ, പക്ഷെ ഇവളാ കമ്പൽ ചെയ്തത്. അതുമാത്രല്ല, ഇന്ന് ഇവളുടെ ബർത്ത്ഡേ ആണ്. ബർത്ത്ഡേയോ? അതെ ഏട്ടാ. വാങ്ങിച്ചോ മോളെ, ഞങ്ങൾ രണ്ടും രണ്ടല്ല. വാങ്ങിച്ചോ? ഏട്ടാ ഏട്ടനാണ് ഇവളുടെ അച്ഛനമ്മയോട് സംസാരിച്ച് ഞങ്ങളുടെ വിവാഹം ഒന്ന് നടത്തി തരേണ്ടത്. ആ അതിന് നീ എന്തിനാ വിഷമിക്കുന്നേ? ഇവിടുത്തെ ഏറ്റവും വലിയ മണ്ഡപത്തിൽ കല്യാണം, യേശുദാസിന്റെ കച്ചേരിയും വെക്കാം. അല്ല അതൊക്കെ എന്തിനാ ഈ റോഡിൽ നിന്ന് സംസാരിക്കുന്നേ? നാളെ ഇവളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോവാ. പറഞ്ഞു മനസ്സിലായല്ലോ? ആ ശരി ഏട്ടാ. ശരി, അതൊക്കെ പോട്ടെ. ചെലവിന് കൈ കാശുണ്ടോടാ? അതൊക്കെ ഉണ്ട് ഏട്ടാ. പിന്നെ എന്താടാ ഇത് പിറന്നാളായിട്ട് വെറുതെ? എന്നാ പോയി അടിച്ചു വിളിക്കടാ. ഏട്ടാ കുടിക്കാൻ എന്തെങ്കിലും എടുത്തോണ്ട് ഒന്ന് കൊടുക്കടാ. ഇരിക്കുമോളെ, കുഴപ്പമില്ല, ഇരുന്നോ. അച്ഛൻ എന്താ ജോലി മോളെ? അച്ഛൻ ട്രാൻസ്പോർട്ടിലെ ഡ്രൈവറാ, അമ്മ പിന്നെ ഹൗസ് വൈഫാ. അപ്പൊ നീയോ? SPCയിലെ സൂപ്പർവൈസറായിട്ട് വർക്ക് ചെയ്യോ. ശരി, നിന്റെ വീട്ടിൽ വന്ന് പെണ്ണ് ചോദിച്ചാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ? അതായത് ഈ ജാതി മതം അതൊക്കെ നോക്കുന്നവരാണോ? അങ്ങനെയൊന്നുമില്ല. എന്റെ കല്യാണം എന്റെ തീരുമാനം തന്നെയാ. ശരി മോളെ, പ്രശ്നമൊന്നും ഉണ്ടായിട്ടല്ല. എത്രയും പെട്ടെന്ന് ഞാൻ വന്ന് സംസാരിക്കാം. അല്ല, നിങ്ങളുടെ വീട്ടിൽ ആരുമില്ലേ? ഞാൻ ബാച്ചിലറാ കുട്ടി. സത്യമാണോ? അല്ല, അതെന്താ ഇതൊരു കല്യാണം കഴിക്കാത്തെ? നിന്നെ പോലെ ഒരു പെണ്ണിനെ കിട്ടിയ അപ്പൊ കല്യാണം. ഡാ, ഇവളെ കൊണ്ടുപോയി ഇവളുടെ വീട്ടിൽ വിട്ടിട്ട് നീ എത്രയും പെട്ടെന്ന് വാ. ശരി ഏട്ടാ. ചേട്ടാ സംസാരിച്ചടാ. ഓക്കെ ഏട്ടാ, നീ പറഞ്ഞിട്ട് വാ. വരട്ടെ. ശരി മോളെ. എടാ ഏട്ടാ, ആ ബ്രോക്കറിനെ ഒന്ന് വിളിക്കേ. ഏട്ടാ റിംഗ് ആവുന്നുണ്ട്. ഹലോ സാറേ, നല്ല കുത്തുവിളക്ക് പോലെ ഒരു ഐറ്റം ഇറങ്ങിയിട്ടുണ്ട്. എടോ, എപ്പോ വിളിച്ചാലും തനിക്ക് ഇത് മാത്രമേ പറയാനുള്ളൂ. എടാ, നിന്നോട് ഇവനാണോ ഫോൺ ചെയ്യാൻ പറഞ്ഞേ? ഊട്ടിയിലെ ബ്രോക്കറിനാ ഫോൺ ചെയ്യാൻ പറഞ്ഞേ. എന്താ ഏട്ടാ, എനിക്കറിയാതെ ഊട്ടിയിലൊക്കെ ഒരു ബ്രോക്കർ. ഡാ, ഇത് ലാൻഡ് ബ്രോക്കറാടാ. ഹലോ. നമസ്കാരം മുതലാളി. ഡോക്യുമെന്റ്സ് ഒക്കെ ഒരു 2 ദിവസത്തിലങ്ങ് എത്തും. കൈ കിട്ടിയതും ഞാൻ ഉടൻ തന്നെ കൊറിയറിൽ അങ്ങോട്ട് അയച്ചോളാം മുതലാളി. അതൊന്നും ഞാനിപ്പോൾ അയക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ എൻ്റെ ആളിനെ അയക്കാം. അവൻ്റെ അടുത്തൊരു സിറ്റിംഗ് കൊടുത്ത് ആ ഡോക്യുമെന്റ്സ് എല്ലാം അവൻ്റെ കൊടുത്ത് അയച്ചാൽ മതി. ശരി മുതലാളി. പുള്ളിക്കാരൻ എപ്പോഴാ വരിക? രാവിലെ തന്നെ അങ്ങ് എത്തും. സ്കോർപ്പിയോ എടുത്തിട്ട് ഊട്ടിക്ക് വിട്ടോ. ഇത് വേണുവിന്റെ മുതലാളിയുടെ കാറാണല്ലോ. പെണ്ണ് ചോദിക്കാൻ വരുമെന്ന് പറഞ്ഞിരുന്നു. ഒരു പക്ഷെ വന്നോ? നോക്കാം.
വരണം. നിന്നെ പറ്റിയാ സംസാരിച്ചോണ്ടിരുന്നത്. അമ്മ എല്ലാ കാര്യങ്ങളും പറയും. സംസാരിച്ചോ. ഒരു മിനിറ്റ്. നിന്റെ കല്യാണകാര്യത്തെക്കുറിച്ചാ സംസാരിച്ചോണ്ടിരുന്നെ. നിന്നെ റോട്ടിൽ എവിടെ വെച്ച് കണ്ട് അപ്പ തന്നെ നിന്നെ വലിയ ഇഷ്ടമെന്ന്. വീട് അന്വേഷിച്ച് പിടിച്ച് വന്നിരിക്കുക. എനിക്ക് എന്താ മറുപടി പറയണേന്ന് അറിയില്ല. എന്താ അമ്മേ പറയുന്നേ? അയാൾക്ക് എന്നെ ഇഷ്ടപ്പെട്ടെന്നോ? അതേ മോളെ, കല്യാണം കഴിക്കുകയാണെങ്കിൽ നിന്നെ പോലൊരു പെണ്ണിനെ കെട്ടുമെന്ന് പറഞ്ഞിരുന്നാ അത്രേ. ശരി, അദ്ദേഹം അവിടെ തനിച്ചിരിക്കുക. ഞാൻ പോയി ഒന്ന് സംസാരിക്കട്ടെ. അച്ഛനും അമ്മയൊക്കെ എവിടെയാ ഉള്ളത്? അച്ഛനും അമ്മയും ചേച്ചിയുടെ കൂടെ അമേരിക്കയിലാ. സ്വന്തമായിട്ടൊരു തിയേറ്റർ ഉണ്ട്. പിന്നെ സിനിമ ഡിസ്ട്രിബ്യൂഷൻ, റിയൽ എസ്റ്റേറ്റ്, അങ്ങനെ 3-4 ബിസിനസ്സുകൾ ചെയ്യുന്നുണ്ട്. മാസം ഒരു 10-15 ലക്ഷം രൂപ വരുമാനമുണ്ട്. ഓഹോ. എന്നോട് അമേരിക്കയിലേക്ക് ചെല്ലാൻ പറഞ്ഞ് വിളിച്ചോണ്ടിരിക്കുക. കല്യാണം കഴിഞ്ഞിട്ടാട്ടെ എന്ന് ഞാനും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. മറൈൻ ഡ്രൈവിലൊരു ബംഗ്ലാവുണ്ട്. പിന്നെ സിറ്റിയിൽ 5-10 സ്ഥലങ്ങൾ വേറെ കിടപ്പുണ്ട്. ഞാൻ കല്യാണം കഴിക്കുന്ന എൻ്റെ പെണ്ണിന് വേണ്ടി കടവന്തറ ഒരു 8 കോടി രൂപയുടെ ബംഗ്ലാവ് പണിഞ്ഞുകൊണ്ടിരിക്കുക. എല്ലാം വരാൻ പോകുന്ന എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയാ. കുടിക്കാൻ കോഫി കൊടുത്തായിരുന്നോ? ഞാൻ പോയി എടുത്തോണ്ട് വരാം. ഞാൻ നന്നായിട്ട് ആലോചിച്ചു നോക്കി. അയ്യോ, ഞാൻ നിന്നെ നിർബന്ധിക്കുന്നൊന്നുമില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞേക്കാം. ഈ ലവ് എന്നൊക്കെ പറഞ്ഞാൽ എനിക്കറിയില്ല. കാരണം ഇതുവരെ ഞാൻ ആരും പ്രേമിച്ചിട്ടില്ല. എന്നാൽ വിവാഹമെന്ന് വെച്ചാൽ അതിനെക്കുറിച്ചും എനിക്കറിയില്ല. പക്ഷെ ഇനി വേണം അറിയാൻ. പക്ഷെ ഒരു കാര്യം നന്നായിട്ടറിയാം: പണം സമ്പാദിക്കാൻ. ഒരാളുടെ ജീവിതത്തെ പണം എത്രമാത്രം ഉയർത്തുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതല്ല, ഞാൻ ആലോചിക്കുന്നത് വേണുവിനെ കൊണ്ട് എന്തെങ്കിലും പ്രോബ്ലം. വേണുവിനെ കുറിച്ച് എനിക്ക് നന്നായിട്ടറിയാം. എന്നെക്കുറിച്ച് വേണുവിന് അതിനേക്കാളും നന്നായിട്ടറിയാം. എന്ന മുഹൂർത്തം കുറിച്ചോളൂ. മാനേജർ, ഏട്ടൻ വന്നില്ലേ? രാവിലെ വന്നു. എന്തോ തിരക്കാണെന്ന് തോന്നുന്നു. പോയി. ഹലോ ഏട്ടാ, ഞാനിപ്പോ വന്നേ ഉള്ളൂ. ഞാൻ പ്രധാനപ്പെട്ട ഒരു ജോലിയിലാണ്. നീ രാവിലെ വീട്ടിലേക്ക് വാ. ഏട്ടാ, ആ ഡോക്യുമെന്റ്. ഡോക്യുമെന്റോ? അത് നീ വക്കീലിന്റെ അടുത്ത് കൊടുത്തേര്. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പുള്ളിയോട് നേരിട്ട്. ശരി ഏട്ടാ. എന്താ മാനേജറെ, പ്രധാനപ്പെട്ട പണിയത്ര? ഇന്ന് രാവിലെ തന്നെ വല്ല ബ്രോക്കറും വന്നോ? ഇന്നലെ ആരോ വന്നു. അതും വേണ്ടാന്ന് അദ്ദേഹം പറഞ്ഞു വിട്ടു. നമ്മുടെ മുതലാളി ഇടക്കിടക്ക് ബ്യൂട്ടി പാർലറിലൊക്കെ പോകുന്നുണ്ട്. എന്താ കാര്യം എന്നറിയില്ല. അതെയോ? ഇയാൾ എന്തിനാ ആവശ്യമില്ലാതെ സുന്ദരനാവാൻ നോക്കുന്നത്? ആർക്കറിയാം. ശരി ഏട്ടാ, എന്നാ ഞാൻ വരട്ടെ. ശരി, എന്നാ വിട്ടോ. താൻ ദിവസം അടിക്കാറുണ്ടോ? എപ്പോഴെങ്കിലും സാർ. ഞാൻ വല്ലപ്പോഴേക്കേ കുടിക്കൂ. ഒരേ ഒരു വൈൻഡ് അടിക്കൂ. അതിൽ കൂടുതൽ അടിക്കാൻ ഭാര്യ സമ്മതിക്കില്ല. തനിച്ചിരുന്ന് വെള്ളം അടിക്കുന്നത് നമ്മൾ തന്നെ വിഷം വായിൽ ഒഴിക്കുന്നത് പോലെയാ. എന്നാ ഇങ്ങനെ കമ്പനിയായിട്ട് വെള്ളം അടിക്കുന്നുണ്ടല്ലോ, നല്ല ദേവാമൃതം എടുത്ത് വായിൽ ഒഴിക്കുന്നത് പോലെയാ. നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാ. കുറച്ച് ഒഴിച്ചാ മതിയേ സാർ. മതി സാർ. ചേച്ചി പിന്നെ ചീത്ത പറയും. അവളെന്തിനാടാ നിന്നെ ചീത്ത പറയുന്നേ? വെള്ളം അടിച്ചാ തനിച്ചിരുന്ന് അടിക്കണം. എന്റെ ഭർത്താവിന്റെ കൂടെ അടിക്കരുന്ന് ചേച്ചി പറഞ്ഞിട്ടുണ്ട്. അവളെ പോവാൻ പറടാ. നീ ഇങ്ങോട്ട് ഒഴിക്കേ. ചേച്ചി അവളെ പോയി ചാവാൻ പറടാ. അവളെ കെട്ടിയതാ എന്റെ കഷ്ടകാലം. മര്യാദക്ക് ഒഴിക്കടാ. എന്നാ ചെയ്യടാ. ഹൗസ് ഓണർ പറഞ്ഞാ കേക്കണം. മനസ്സിലായല്ലോ? ഓക്കെ ഓക്കെ. ഒഴിക്കേ. എടാ നീ ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ?
പറയടാ. ഇല്ലടാ. ഞാൻ പറയുന്നത് കേക്കടാ. പറടാ. പെണ്ണുങ്ങളെ മാത്രം വിശ്വസിക്കരുത്. എന്തേ? വിശ്വസിച്ച അവളുമാരെ അങ്ങനെ എടുത്ത് തല കുത്തനെ കമത്തൂടാ. എല്ലാ പെണ്ണുങ്ങളെയും അങ്ങനെയൊന്നും വിചാരിക്കരുത്. അവളെ ഞാൻ എങ്ങനെയൊക്കെ പ്രേമിച്ചെന്നറിയോ നിനക്ക്? അറിയാനാ? അവൾക്ക് വേണ്ടി എത്ര രാത്രി ഉറക്കളച്ച് മെസ്സേജ് അയച്ചെന്നറിയോ നിനക്ക്? ശരി, അത് വിട്ട് തൊലക്കേ. അവൾ എനിക്ക് എത്ര മാത്രം ടെസ്റ്റ് വെച്ചിട്ടുണ്ടെന്നറിയോ? അതെന്ത് ടെസ്റ്റാ? അവളെ ഞാൻ യഥാർത്ഥത്തിൽ പ്രേമിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി. എന്നാ ഞാൻ അവസാനം വരെ ഒരു ടെസ്റ്റിൽ പോലും ഫെയിൽ ആയില്ല. പിന്നെ എന്താ സംഭവിച്ചേ? ദുബായിലെ ചെറുക്കൻ അവനെ കല്യാണം കഴിച്ചില്ലെങ്കിൽ അച്ഛനും അമ്മയും മരിക്കുമെന്ന് പറഞ്ഞിട്ട് ടാറ്റയും കാണിച്ച് ഫ്ലൈറ്റിൽ കയറി അങ്ങനെ പോയി. നിന്റെ കല്യാണം കഴിച്ചെങ്കിൽ അവളെ എപ്പോഴേ കത്തുപോയേനെ. ബാക്കി കഥ പറ. എടാ, അവളെ മറക്കാനായിട്ട് ഞാൻ അന്ന് കുടിക്കാൻ തുടങ്ങിയതാ. ഇങ്ങനെ കുടിക്കുമ്പോഴൊക്കെ എനിക്ക് അവളുടെ ഓർമ്മയാ വരുന്നേ. കുടിക്കുന്നത് നിർത്താൻ കഴിയുന്നില്ല, അവളെയും മറക്കാൻ പറ്റുന്നില്ല. ജീവിതത്തിൽ ആദ്യത്തെ പ്രണയത്തെ ആർക്കും മറക്കാനാവില്ല. എന്തിനു മറക്കണം? അതൊരു സ്വപ്നം പോലെ സൈഡിൽ എങ്ങാനും കടക്കട്ടെന്നേ. ലവ് നൊന്ന് പോയെങ്കിൽ ലൈഫ് തന്നെ പോയെന്ന് പറയുന്നത് വെഡ്ഢിത്തരമാണ്. അതെ, ചിത്രയുടെ അച്ഛൻ വന്നിരിക്കുന്നു, ഒന്ന് താഴേക്ക് വാ. ചിത്രയുടെ അപ്പനാണെങ്കിൽ ഏതൊരു വശത്തെ വീട്ടിലെ പെണ്ണിന്റെ അപ്പനാണോ? അയാള് തന്നെ. ആ പെണ്ണിനെ ആരോ റോഡിൽ കണ്ടിട്ട് വീട്ടിൽ വന്ന് പെണ്ണ് ചോദിച്ചത്രേ. ആളാണെങ്കിലേ വലിയ കോടീശ്വരനാ. ഈ പെണ്ണും അങ്ങ് സമ്മതിച്ചു. ഉറപ്പീരലിന് എന്നെയും വിളിച്ചിരുന്നു, പക്ഷെ പോവാൻ കഴിഞ്ഞില്ല കേട്ടോ. ആ കാറിന്റെ അടുത്ത് ഒരു പോത്തിനെ പോലെ നിൽക്കുന്നില്ലേ, അവനാണ് പയ്യൻ. എടാ, ഒരു പെണ്ണ് വീണപ്പോ നീ ഫ്രണ്ടിനെ കട്ട് ചെയ്തിട്ട് പോയി. ഇപ്പൊ അവള് പോയപ്പോ നിനക്ക് ഫ്രണ്ട് വേണോ അല്ലേ? എടാ, അവളെ നീ ഒരു പ്രാവശ്യെങ്കിലും സിൻസിയർ ലവാടാ. ഓഹോ, അതാണോ നിന്നെ കളഞ്ഞിട്ട് പോയത്? സിൻസിയറായിട്ട് ലവ് ചെയ്യുന്ന ഒരാണിനെയും ഒരു പെണ്ണിനും ഇഷ്ടപ്പെടില്ല. ഇപ്പോഴൊക്കെ പെമ്പിള്ളേരുണ്ടല്ലോ, ഭയങ്കര സംഭവങ്ങളാ. കല്യാണത്തിന് ശേഷം ഒന്നിനും കൊള്ളില്ലെങ്കിൽ പിന്നെ ഡൈവേഴ്സ് എന്ന് പറഞ്ഞ് കോടതി കയറി ഇറങ്ങട്ടെ. നീ ഒരു പൈസ പാർട്ടി എന്ന് വെച്ചോ, അവളെ തന്നെ വിട്ട് പോവായിരുന്നു. തെറ്റ് നിന്റെ അടുത്ത് തന്നെയാ. 2 ദിവസത്തിനുള്ളിൽ മനസ്സ് മാറ്റിയല്ലോടാ. നല്ലതെന്ന് കരുതിക്കോടാ. വിവാഹത്തിന് ശേഷമായിരുന്നെങ്കിൽ എന്താവുമായിരുന്നു? ദ്രോഹി. ആരെയാടാ നീ പറഞ്ഞത്? ആ 2 പേരെയും തന്നെ. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, നീ 2 പേരെ അങ്ങ് മറന്നേക്ക്. പുതിയ ജീവിതം, പുതിയ ജോലി എന്നങ്ങ് മാറിയേക്ക്. നല്ല പെണ്ണാടാ അവള്. അവന്റെ കയ്യിൽ പെട്ടല്ലോ. ഓ, ഇവള് വലിയ പതികൃതയല്ലേ. നിന്നെക്കാളും കാച്ചുള്ള ഒരുത്തൻ വന്നപ്പോ അവന്റെ കൂടെ പോയില്ലേ അവള്? വെട്ടുപോത്ത് വെട്ടുന്നവനെ മാത്രമേ വിശ്വസിക്കുള്ളൂടാ. അവന്റെ കയ്യിൽ പെടണമെന്നുള്ളത് അവളുടെ വിധിയാണ്. അങ്ങനെ എങ്ങനെയാണോ ഇടാൻ പറ്റുക? വേദനിക്കുന്നടാ. അപ്പൊ ഞാൻ പറയുന്നത് പോലെ കേക്ക്. നീ അവളെ പ്രേമിക്കുന്ന കാര്യം അയാൾക്ക് അറിയാലോ.
എന്നിട്ട് പോലും അയാൾ ഈ ചെറ്റത്തനം കാണിച്ചല്ലോ. അപ്പൊ നീ എന്ത് ചെയ്യണം? അവളടുത്ത് പോയി അരവിന്ദനെ കുറിച്ച് എല്ലാ കാര്യം പറഞ്ഞേക്ക്. ശരിയടാ, മതിയാക്കടാ. ഡാ മച്ചു, ഒരുപാട് സംസാരിച്ചാ വായിന്ന് വാക്ക് വരില്ല, വാളേ വരൂ. നിന്റെ അടുത്തൊന്ന് തനിച്ച് സംസാരിക്കണം. ഇവിടെ ഒന്നും സംസാരിക്കാൻ പറ്റില്ല. പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് കേക്ക്. എനിക്കൊരു 5 മിനിറ്റ് സംസാരിച്ചാൽ മതി. കടയിൽ വളരെ സ്ട്രിക്റ്റാ, ഇവിടെ ഒന്നും സംസാരിക്കാൻ പറ്റില്ല. ഒന്ന് പുറത്തു പോവോ? ഞാൻ ചിത്ര ഒന്നില്ലേ? വന്നിട്ടില്ല. നിങ്ങൾ അവളെ മറന്നു കളഞ്ഞേക്ക്. ഞാനിവിടെ മറക്കുന്നതിനെ കുറിച്ചല്ല സംസാരിക്കാൻ വന്നത്. അവളുടെ അടുത്ത് കുറച്ച് സത്യങ്ങൾ പറയാനുണ്ട്, അതുകൊണ്ടാ വന്നേ. നിങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യുന്നത് കണ്ടിട്ടാ അവള് പുറകെ കൂടി പോയി കളഞ്ഞത്. നിന്നെ ചീത്ത പറയാനോ ലവിനെ കുറിച്ച് സംസാരിക്കാനോ അല്ല ഞാനിവിടെ വന്ന്. അരവിന്ദിനെ വിവാഹം കഴിക്കാൻ നീ എടുത്ത തീരുമാനം, അത് നിന്റെ സ്വന്തം കാര്യം. എന്നേക്കാളും ബെറ്ററായിട്ട് ഒരുത്തനെ കിട്ടിയെന്ന് നീ സന്തോഷിക്കുന്നു. അങ്ങനെ നീ ചെയ്തിരുന്നെങ്കിൽ സത്യമായിട്ടും പറയുക, സന്തോഷപ്പെടുന്ന ആദ്യത്തെ ആൾ ഞാനായിരിക്കും. നീ തെറ്റിദ്ധരിക്കില്ലേ? പക്ഷെ നീ തേടിപ്പോയി ഒരു അഴുക്കുചാല വീണിരിക്കുന്നത്. അരവിന്ദിന് ഈ നാട്ടിലുള്ള എല്ലാ പെമ്പുകളെയും നന്നായിട്ട് അറിയാം. സത്യം പറയുകയാണെങ്കിൽ എത്ര പ്രാവശ്യം ഞാൻ തന്നെ കൂട്ടിക്കൊണ്ടുവന്നിട്ടുണ്ടെന്ന് അറിയാവോ? ഏതൊരു പെണ്ണ് എന്തൊക്കെ തന്നെ പങ്കിട്ടാലും തന്റെ കിടപ്പുറം മാത്രം അവളുടെ ഭർത്താവിനല്ലാതെ വേറെ ആർക്കും വിട്ടുകൊടുക്കില്ല. പക്ഷെ നീ അരവിന്ദന്റെ കല്യാണം കഴിച്ച അവന്റെ ആ കിടക്കയിൽ നീ തനിച്ചായിരിക്കില്ല. ഹലോ, 1 മിനിറ്റ്. എന്റെ ഫ്യൂച്ചറിനെ കുറിച്ച് നീ വിഷമിക്കേണ്ട കാര്യമില്ല. അയ്യോ ചിത്ര, ഞാൻ പറയുന്നത് മനസ്സിലാ. ചിത്ര ഒന്ന് പോകുന്നുണ്ടോ? ഹലോ, അതാണോ? അതൊരു ഒന്നിനും കൊള്ളാത്ത ഒരുത്തനാ. നീ തേടിപ്പോയി ഒരു അഴുക്കുചാലില്ല വീണിരിക്കുന്നത്. അരവിന്ദന് ഈ സിറ്റിയിലുള്ള എല്ലാ പിമ്പുകളെയും അറിയാം. സത്യം പറഞ്ഞാൽ ഞാൻ തന്നെ അവന് എത്രയോ സ്ത്രീകളെ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു സ്ത്രീ എന്തൊക്കെ പങ്കിട്ടാലും തൻ്റെ കിടപ്പറ ആർക്കും പങ്കിടില്ല. വിവാഹത്തിന് ശേഷം നീയും ആ കിടപ്പറയിൽ ഒരാളായിരിക്കും. എന്നെപ്പറ്റി നീ പറഞ്ഞതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ അവൾ നിന്നെക്കുറിച്ച് എന്തൊക്കെയാ പറയുന്നത് നിനക്കറിയാമോ? കല്യാണം നടക്കാതിരിക്കാൻ നീ നുണ പറയാണെന്ന്. ഇങ്ങനത്തെ പോലുള്ളവരൊക്കെ എന്തിനാ കൂടെ വെച്ചിരിക്കുന്നതെന്ന് അവൾ ചോദിക്കുന്നേ. വേണു, എനിക്ക് അവളെക്കാളും നീയാടാ മുഖ്യം. അവളുടെ പിറന്നാളിന് എൻ്റെ മോതിരം ഞാൻ ഗിഫ്റ്റായിട്ട് കൊടുത്തു. അവൾ എൻ്റെ മോതിരത്തിൽ നോക്കിയപ്പോൾ ഞാൻ അവളുടെ കണ്ണിലാ നോക്കിയത്. അപ്പോഴേ എനിക്ക് കാര്യം പിടികിട്ടി. സത്യം പറഞ്ഞാ അവളൊരു നല്ല ഭാര്യയായിരിക്കാൻ യോഗ്യതയുള്ളവളല്ല. അവളെ നീ കല്യാണം കഴിച്ചാ നിന്റെ ജീവിതം നരകതുല്യമാവൂടാ. അവളെ ഞാൻ കല്യാണം കഴിക്കണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവൾ നിന്നെ തെറ്റിദ്ധരിച്ചതുപോലെ നീയും എന്നെ തെറ്റിദ്ധരിക്കുമായിരുന്നു. അവളെന്താ എന്നോട് പറഞ്ഞെന്ന് നിനക്കറിയോ? വേണു ചോദിച്ചാൽ എന്ത് മറുപടി പറയുമെന്ന് ചോദിച്ചില്ല. വേണു കാരണം എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമെന്നാ ചോദിച്ചേ. ഞാൻ നിനക്ക് നല്ലത് മാത്രമാണ് ചെയ്തത്. നീ അതിനെക്കുറിച്ച് എന്ത് കരുതിയാലും എനിക്കൊരു പ്രശ്നമില്ല. ഡാ, വാങ്ങിച്ചോണ്ട് വന്ന സാധനങ്ങൾ മുഴുവൻ തീർന്നടാ. ഇപ്പോഴെങ്കിലും എന്തിനാ വരാൻ പറഞ്ഞതെന്നൊന്ന് പറയടാ. ഒരു വാക്കുപോലും മാറ്റാതെയാണ് അവൾ അവനോട് പറഞ്ഞത്. പറഞ്ഞാ പോലും സാരല്ല, ജോലിന്ന് പിടിച്ചോടാൻ പോലും പറഞ്ഞടാ എന്നെ. കൊല്ലണോടാ, വിടരുത്, കൊല്ലണം. ഈ പെണ്ണുങ്ങൾ എല്ലാരും ഇങ്ങനെ തന്നെയാ. അവളെ പൊക്കണോടാ. നീ ആരാണെന്ന് അവക്ക് കാണിച്ചു കൊടുക്കണം. അവക്ക് മാത്രമല്ല, പ്രേമിച്ചിട്ട് ടാറ്റയും പറഞ്ഞു പോകുന്ന ഓരോ പെണ്ണുങ്ങൾക്ക് ഇതൊരു പാഠമായിരിക്കണം. അതേടാ, അവൻ പറഞ്ഞത് ശരി തന്നെയാ.
ഈ കുപ്പി കൊണ്ട് കുത്തി അവളുടെ കുടലിനെ ഞാൻ ഊരിയെടുക്കൂടാ. ഏതൊരു കാര്യവും പ്ലാൻ ചെയ്ത് വേണം ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ സ്കെച്ചിട്ട് നമ്മൾ അവളെ പൊക്കണം. ഓക്കേ? ഓക്കെ അളിയ. ശ്രദ്ധിച്ച് കേട്ടോണം. നമ്മൾ ഇടുന്ന പ്ലാൻ വീക്കും ആകരുത്, ലീക്കും ആവരുത്. ഓക്കേ? മനസ്സിലായല്ലോ? ഇപ്പൊ കണ്ടോ? ആ എന്താടാ പേപ്പറിൽ ഒന്നും ഇല്ലല്ലോ. പ്ലാനിങ് ഇനിയല്ലേ തുടങ്ങാൻ പോകുന്നേ. ശരി ശരി, ഇട ഇട ഇട. ആ ആ ഇത് ബസ് സ്റ്റാൻഡ്. അവിടെ നിങ്ങൾ നേരെ വരികയാണെങ്കിൽ MG റോഡ് വരും. മനസ്സിലായല്ലോ? അവിടെ നിന്ന് ഇങ്ങനെ ലെഫ്റ്റിലേക്ക് തിരിയുകയാണെങ്കിൽ സുഭാഷ് റോഡ്. അവിടെ നിന്ന് നേരെ വരികയാണെങ്കിൽ CP റോഡ്. ഇങ്ങനെ വരികയാണെങ്കിലോ CR പുരം. നീ പറഞ്ഞത് കറക്റ്റാടാ. ചിത്രയ്ക്ക് ചൊവ്വാഴ്ച മാത്രമാണ് ഓഫ് ഡേ. ബാക്കി എല്ലാ ദിവസവും അവള് ഫ്രണ്ട്സിനോടൊപ്പമാണ് വരുന്നത്. സോ 12:30 മുതൽ 1:30 വരെ യമകണ്ഠം. ആ യമകണ്ഠത്തിൽ അവളെ നമ്മൾ കഷ്ടമാക്കുന്നു, നശിപ്പിക്കുന്നു. അവളെ ഞാൻ പോക്കും. എന്നെ പോലീസ് എന്നെ പിടിക്കണം. എന്തിനാടാ നീ അവളെ കത്തി കൊണ്ട് കൂത്തിയതെന്നും ചോദിക്കണം. അവളെന്നെ പ്രേമിച്ച് പറ്റിച്ചെന്ന് എനിക്ക് പറയണം. അത് എല്ലാ പേപ്പറിലും വരണം. എടാ മതിയാക്കേ. ഇതെന്താ വീട് വെക്കാനുള്ള പ്ലാനാ? ഡാ നീ ഇത് പഞ്ചായത്തിൽ കൊടുത്തേ അപ്രൂവൽ വാങ്ങിക്കാൻ നോക്കടാ. എടുത്തോണ്ട് പോടാ. എടാ നിനക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു കത്തി എടുത്തോണ്ട് പോയി അവളെ 4 കുത്തുകുത്തിയും കൊല്ലേ. ഫീലിങ്സ് ആടാ മച്ചു. നീ പ്രണയിച്ചിരുന്നെങ്കിലല്ലേ നിനക്ക് ഇതിന്റെ വേദന അറിയാൻ പറ്റൂ. നീ പറയുന്നത് കറക്റ്റ് തന്നെ അളിയാ. ഓക്കെ, നിനക്ക് വേണ്ടിയാടാ കണ്ടിന്യൂ ചെയ്യുന്നത്. MG റോഡിലുള്ള മരത്തിന്റെ അടിയിൽ നിന്ന് അളിയ ഇൻഫർമേഷൻ തരും. അങ്ങനെ നേരെ നേതാജി റോഡില് നീ വന്ന് വെയിറ്റ് ചെയ്ത് നിക്കണം. ഞാൻ സിഗ്നൽ തരുമ്പോ നീ അവിടെ നിന്ന് മുന്നോട്ട് പോണം. അപ്പൊ ഞാൻ ബൈക്കും എടുത്തോണ്ട് വന്ന് നിന്നെ നേരെ പിക്കപ്പ് ചെയ്ത് അവിടെ കൊണ്ടുപോകും. നീ ഉടൻ തന്നെ ഇറങ്ങി പിറകെ പോയി അവളെ കഴുത്തിൽ ഒരു അവള് മരിച്ചു കഴിഞ്ഞാൽ കുറച്ച് സമയത്തില് ഞങ്ങള് 2 പേരും അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓടിക്കോളും. നീ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി സറണ്ടർ ആയിക്കോണം. നീ സറണ്ടർ ആയ ഒരു 1/2 മണിക്കൂറിൽ നല്ല ഒരു ബിരിയാണി വാങ്ങിച്ചോണ്ട് ഞങ്ങൾ സ്റ്റേഷനിലേക്ക് വരും. അതുകൊണ്ട് അവളെ കൊല്ലണം. എടാ രാവിലെ മുതൽ ചിത്രയെ കൊല്ലണം എന്ന് പറയുന്നില്ലേ? എപ്പോഴാ പ്ലാൻ ചെയ്യാൻ പോകുന്നത്? അളിയാ ഇവനെ കെട്ടുവിട്ടെന്നാ തോന്നുന്നേ. എടാ വാ തുറക്കണം. എടോ ഞാൻ മെക്കാണല്ലടോ. എടോ ഞാൻ എപ്പോഴാ നിന്റെ 5,000 രൂപ പണം വാങ്ങിച്ചേ? ഇവന് എന്താ പറ്റിയത്? എടോ ഞാൻ ടൈൽസ് ഇടുന്ന ആളല്ലേ, വയ്ക്ക് ഫോണ്. ഡോ നിന്നെ അളിയാ, സോറി അളിയാ. എടാ നീ ആരോട് സംസാരിക്കായിരുന്നു? റോങ് കോളടാ. അവൾ എന്നെ ക്രോസ് ചെയ്ത് പോയതേ ഉള്ളൂ. എടാ അളിയാ എന്നെ കുത്തുവായിരുന്നു. വേഗം അവള് പോയി. സൈഡിലാ പോയത്, പെട്ടെന്ന് വാ. നീ വണ്ടി എടുക്കടാ. പോ. ചോര കണ്ടോടാ. ചെറിയൊരു കല്ല് തട്ടിയതേ ഉള്ളടാ. അതിനുള്ളിൽ എത്ര മാത്രം ചോര. ഡോക്ടറെ അടുത്ത് പോയി ഇഞ്ചക്ഷൻ ചെയ്യണം മച്ചു.
അല്ലെങ്കിൽ ഉണ്ടല്ലോ സെപ്റ്റിക് ആവടാ. ഡാ, എന്താ പറഞ്ഞു ശരിയല്ലേ? നമ്മള് വന്നതേ അവളെ കൊല്ലാൻ വേണ്ടിട്ടാ. അവളെ എങ്ങാനും ഇന്നേരം കുത്തിയിരുന്നെങ്കിലേ കൊടം കണക്കിന് രക്തം വരുമായിരുന്നു. നീ ആണെങ്കിൽ അവളുടെ സേഫ്റ്റിയെ പറ്റി പറയല്ലേ? നിന്റെ ദേഷ്യമൊക്കെ പോയെന്നാ തോന്നുന്ന. വാ, നമുക്ക് രണ്ടെണ്ണം അടിച്ചിട്ട് പിന്നീട് കൊല്ലാം. വാ. വേണ്ടടാ മഞ്ജു, ഹ്, അവളെ എന്റെ വിട്ടേക്ക്. അമ്മോ. എന്താടാ? ശത്രുക്കളെ പോലും സ്നേഹിക്കണമെന്നാ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന, അറിയില്ല നിങ്ങൾക്ക്? എന്റെ അമ്മോ, ഇതുകൊണ്ട് അവന്റെ അടുത്ത് പള്ളിയിൽ പോകരുത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള. അവിടെ ഉള്ള കാര്യങ്ങളൊക്കെ പഠിച്ചോണ്ട് നമ്മളെ വന്നിപ്പോ കൊല്ലുക അവൻ. ഇതാണടാ ഈ പ്രേമിക്കുന്നവന്മാരുടെ അടുത്തുള്ള ചീത്ത സ്വഭാവം. അവള് ചെരിപ്പൂരി അടിച്ചാലും ശരി, അവളുമാരടുത്ത് ഇവന്മാർക്ക് ദേഷ്യം വരെയല്ല. പക്ഷെ ഇതെങ്ങനെ ഉടായിപ്പ കേസായിരുന്നെങ്കിലേ ഇതിനു മുമ്പേ അവളെ കൊന്നിവൻ കൊല വിളിച്ച് ഇവിടുന്ന് പോയേനെ. ആയുധമില്ലാതെ ഹൃദയം തകർത്തേ, രുധിരമതില്ലാതെ കുരുതിയും നടന്നേ, ജീവനിൽ നിറയും ദുഃഖങ്ങൾ നീ തന്നെ പെണ്ണേ. നീയൻ വാനിൽ ഏതോ പറവ പോലെ, നെഞ്ചിൻ നാളം നീലേ മോഹം തൊടുതുടുക്കേ. നീയൻ വാനിൽ ഏതോ പറവ പോലെ, നെഞ്ചിൻ നാളം നീലേ മോഹം തൊടുതുടുക്കേ. അലതല്ലും കടൽ പോലെ എന്നിൽ വിരഹത്തിൻ വിരൽ തൊട്ടേ. എൻ ജീവനിൽ വിരിഞ്ഞു നിൽക്കും ചെമ്പനി നീർ പൂവാം പെണ്ണെ. പെണ്ണെ, 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 പെണ്ണെ. നീ എൻ വാനിൽ ഏതോ പറവ പോലെ, നെഞ്ചിൻ നാളം നീളേ മോഹം തുടുതുടുക്കേ. ഉള്ളിൽ തേൻ നിറയും പൂവല്ലേ, അത് നുകരുമണ്ടായി ഞാൻ വന്നേ. ഒരു വേനലിൽ ഉരുകി വീഴാതെ പൂവേ, കണ്ണിൽ നീർവഴിയും മുത്തല്ലേ, നിൻ ശോഭയിൽ നിറയെ പൊന്നിതറായി. ഒരു നാളമായി മിഴിയിൽ നീ വന്നു ചേരൂ. പാടും ഒരു കുയിലിൻ ഗാനം, നീരാടും പുഴതൻ മേളം, ഉരുകുമീ നെഞ്ചം പാടിടും പാട്ടിൽ എല്ലാം മറന്നുവോ. പെണ്ണേ, 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 പെണ്ണേ. നീ എൻ വാനിൽ ഏതോ പറവ പോലെ, നെഞ്ചിൻ നാളം നീലേ മോഹം തൊടുതുടുക്കേ. മധുമലർക്കിളികൾ വഴി നീളെ ചെറുവരികളായി തിരിയും ആമോദം, ഇരുമിഴിയൻ മനം അറിയാതെ നിന്നെ. ദൂരെയായി എരിയും രവിബിംബം, എൻ ഹൃദയമോ നിറയും കൊടും ചൂടിൽ, എൻ മലർവല്ലി പാടും നെഞ്ചിൻ സ്നേഹം ചൊന്നാൻ. പൂക്കൾ പൂക്കും പൂന്തേൻ തോട്ടം, പ്രണയം പൂക്കും മനസ്സിൻ തോട്ടം, പ്രാണനെ എന്റെ ജീവനിൽ വന്നു പാൽമണം പെയ്യുമോ. അഴകേ, 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 അഴകേ. നീ എൻ വാനിൽ ഏതോ പറവ പോലെ, നെഞ്ചിൻ നാളം നീളേ മോഹം തൊടുതുടുക്കേ. നമസ്കാരം. 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 ഇരിക്കും. ഇതാണോ ചെറുക്കൻ? ആ അതെ സാർ. ചെറുക്കന് മാതാപിതാക്കളാരും? അവനെല്ലാം ഞാൻ മാത്രമാണ് സാർ. ആദ്യം ജോലി ചോദിച്ചു വന്നു, പിന്നെ എൻ്റെ കൂട്ടുകാരനായി മാറി, ഇപ്പൊ എൻ്റെ കുടുംബത്തിലെ ഒരു അംഗമാണ്. അത് ശരി. എനിക്ക് ആകെ ഒരു മോള. ഡിഗ്രി കഴിഞ്ഞു.
MCA പഠിക്കണമെന്ന് അവൾക്ക് ആഗ്രഹമുണ്ട്. ഞാൻ റെയിൽവേന്ന് റിട്ടയർഡ് ആയതാ. PF പണം വന്നിട്ടുണ്ട്. അതിൽ തന്നെ വിവാഹം നടത്തണമെന്നാ എന്റെ ആഗ്രഹം. പെണ്ണിനെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു സാർ. എല്ലാം കഴിഞ്ഞു. ഇനി ഒന്നിനെ കുറിച്ച് ആലോചിക്കണ്ട. നല്ല മുഹൂർത്ത ദിവസം ഏതാണെന്ന് നോക്ക്. സ്ത്രീധനമായിട്ട് ഞങ്ങൾക്ക് ഒറ്റ നയാ പൈസ പോലും വേണ്ട. കല്യാണത്തിന്റെ എല്ലാ ചെലവുകളും ഞാൻ നോക്കിക്കോളാം. ഒരു ചെറിയ കാര്യം ചോദിക്കുന്നോണ്ട് തെറ്റിദ്ധരിക്കരുത്. ചെറുക്കൻ നിങ്ങളുടെ സുഹൃത്താണ്, കുടുംബത്തിലെ ഒരാളാണെന്ന് പറയുന്നു. അതൊക്കെ ശരിയാണ്. നാളെ വിവാഹം കഴിഞ്ഞാൽ എന്റെ മകള് നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാവോ, അല്ലെങ്കിൽ ചെറുക്കന്റെ കൂടെ വേറെ താമസിക്കോ? ഞാൻ എന്തിനാ ചോദിക്കുന്നതെന്ന് വെച്ചാ, ചെറുക്കന്റെ വരുമാനം എന്താണെന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞില്ല. നിങ്ങൾക്ക് സുഹൃത്തുക്കളായി എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം. നാളെ വിവാഹം കഴിഞ്ഞാൽ എന്റെ മകളുടെ ജീവിതം അതിൽ ചേരില്ലേ? ഇതിനെക്കുറിച്ച് ഞാൻ ആലോചിച്ചതേയില്ല. ഓക്കെ സാർ. ഊട്ടിയിൽ ഞാനൊരു എസ്റ്റേറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. വർഷത്തിൽ ഒരു 5 ലക്ഷം രൂപയുടെ വരുമാനം കിട്ടും. അതിവന്റെ പേരിൽ എഴുതി വെച്ചേക്കാം. ഒരു കുടുംബം പോറ്റാൻ ഇത് മതിയാകുമെന്ന് വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞ വാക്കാ. ആ എസ്റ്റേറ്റ് എത്ര വേഗം ഇവന്റെ പേരിലേക്ക് മാറ്റിയേക്കാം. പിന്നെ മുഹൂർത്തത്തിന് ഡേറ്റ് കുറിക്കാലോ. എന്താ ശരിയല്ലേ? ഞങ്ങൾ ഇറങ്ങാം സാറേ. പോയിട്ട് വരൂ. വളരെ സന്തോഷം. വരട്ടെ അമ്മ. പോയിട്ട് വരൂ. അവള് എന്തിനു വിളിച്ചു എന്നുള്ളതല്ലടാ ഇവിടെ പ്രധാനം. ഈ കല്യാണം നിൽക്കണമെങ്കിലേ നീ പ്രേമിക്കുന്ന കാര്യം അവളുടെ അടുത്ത് ഓപ്പൺ ആയിട്ട് പറടാ. എടാ, അവള് നിന്റെ അടുത്ത് തനിച്ച് സംസാരിക്കാൻ വേണ്ടിയാ വരാൻ പറഞ്ഞത്. നീ ചിത്രയെ പ്രേമിക്കുന്ന കാര്യം അവളോട് പറഞ്ഞേക്കടാ. കൂടെ തന്നെ ഇരിക്കടാ, എനിക്ക് പേടിയാവുന്നു. എടാ, അവള് നിന്നോട് തനിച്ച് സംസാരിക്കണമെന്നാണ് പറഞ്ഞത്. ഇതിന്റെ ഇടയ്ക്ക് ഞാൻ ഇതിനടാ. ഞാൻ എവിടെ പോയി ഇരിക്കാം, നീ വാ. സംസാരിച്ചിട്ട് വാടാ. നീ വണ്ടി സ്റ്റാർട്ട് ചെയ്യ്. 27 വയസ്സ് ഞാൻ വിശ്വസിക്കാം. അയ്യോ, ഇതെന്റെ പാർട്ടിയാണല്ലോ. അളിയോ അളിയോ അളിയോ, ഞാനും ഇവിടെ തന്നെ ഇരിക്കാടാ. നിനക്കും ഒരു സപ്പോർട്ടായിരിക്കുമല്ലോ. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അവളെ എന്നോടാ തനിച്ച് സംസാരിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഞാൻ തനിച്ച് സംസാരിച്ചു. നീയല്ലടാ പേടിയായിരിക്കുന്നു. അളിയാ, നന്നായിട്ട് ആലോചിച്ചോ. എന്നെ നിങ്ങൾക്ക് ഇഷ്ടമായോ? നിങ്ങൾക്ക് എന്നെ ഇഷ്ടമായാലും ഇല്ലെങ്കിലും അത് ഓപ്പണായിട്ട് പറയാം. വീട്ടിൽ എൻ്റെ അച്ഛനും അമ്മയും എല്ലാവരും തന്നെ ഈ ബന്ധം നടക്കുമെന്നോർത്ത് വളരെ സന്തോഷത്തിലാ. ഇന്നലെ പെണ്ണ് കാണാൻ വന്നപ്പോ നിങ്ങൾ എന്തോ വെറുതെ വന്നതുപോലെ എനിക്ക് തോന്നിയത്. അതുകൊണ്ടാ ചോദിച്ച്. ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ? ചാച്ചാ, ഏയ് അങ്ങനെയൊന്നുമില്ല. പെണ്ണ് കാണാൻ വന്നത് ഇതാണ് ഫസ്റ്റ് ടൈം. അതുകൊണ്ടാ കുറച്ച് നെർവസ് ആയത്, വേറൊന്നും കൊണ്ടല്ല. എന്നാ ശരി, ഞാൻ പോവാ. നിനക്ക് അവളോട് പറഞ്ഞുകൂടായിരുന്നോ? കല്യാണം നിർത്താൻ കഴിഞ്ഞു പോയ കാരണങ്ങൾ പറയുന്നത് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ലടാ. ഇതില് നീ ശരിയാവില്ല, ഞാൻ തന്നെ അങ്ങ് പറഞ്ഞേക്കാം. എന്താടാ നോക്കുന്നേ? നീ നേരത്തെ പറഞ്ഞാലല്ലേ നിന്നെ പോലെ പൊക്കോളം ആളിനെ കിട്ടാത്തോണ്ട് എന്നെ പോലെ ആളിനെ കല്യാണം കഴിക്കൂ. ആ ശരി ശരി, ആ പെണ്ണിന്റെ നമ്പർ ഇതാ, ഞാൻ തന്നെ അങ്ങ് പറഞ്ഞേക്കാം. ഓ, മൊബൈലും കൊണ്ടുവന്നില്ല. ശരി, നീ നമ്പർ പറ, ഞാൻ മൈൻഡിൽ കയറ്റിക്കോളാം. 9842633657. ഓക്കെ ശരി മോനെ, വാടാ, നിന്റെ പണി ഞാൻ തീർത്ത് തരാടാ. 7 ആണോ 9 ആണോ? 9 ആണോ 7 ആണോ?
ഏത് നമ്പർ ആയിരിക്കും? 7 ആണോ അല്ല 9 ആണോ? നയനാടാ. നീ പറഞ്ഞാ പിന്നെ അതിൽ മാറ്റം ഉണ്ടാവില്ല. 9. ഹലോ, ഞാൻ ആരെന്നത് മുഖ്യമല്ല. ഇപ്പൊ ഞാൻ പറയാൻ പോകുന്ന കാര്യമുണ്ടല്ലോ, അത് നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കും. കഴിഞ്ഞ ആഴ്ച നിങ്ങളെ ഒരുത്തൻ പെണ്ണ് കണ്ടിട്ട് പോയില്ലേ? അവനൊരു പെൺകോന്തനാ. നേരത്തെ തന്നെ 2 പെണ്ണുങ്ങളെ ഗർഭിണിയാക്കി ഓടിച്ചു വിട്ടവൻ. കഴിഞ്ഞ ആഴ്ച ശംഖുമുഖം കടപ്പുറത്ത് ഒരു ഗർഭിണി പെണ്ണ് മരിച്ചില്ലേ? അതിന് കാരണം ഇവനാ പെണ്ണിനെ ഗർഭിണിയാക്കിയത്. അതുമല്ലാതെ ലാബ് ടെസ്റ്റില് ഇവന് എയ്ഡ്സ് കൺഫേം ആയി. ഞാനും കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ അവന്റെ ക്ലോസ് ഫ്രണ്ടാ. അവൻ കാരണം ഒരു പെണ്ണിന്റെ ജീവിതം നശിച്ചു പോകുന്നല്ലോ എന്ന് ഓർക്കുമ്പോ എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ടാ. ഹലോ, എയ്ഡ്സ് ഉള്ളത് അവന് മാത്രമാ, എനിക്കല്ല കേട്ടോ. ഈ പൊക്കമുള്ള പയ്യന്മാരെക്കാട്ടിലും പൊക്കം കുറഞ്ഞ പയ്യന്മാരാ വളരെ നല്ലവര്. ബെസ്റ്റ് വിഷസ് കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. ഒരുത്തന്റെ ജീവിതം നശിച്ചപ്പോ എന്തൊരു സമാധാനം. അയ്യോ, എന്റെ ജീവിതം പോയേ. അയ്യോ, എന്റെ കുഞ്ഞിന്റെ ജീവിതവും പോയേ. എന്താ കുട്ടികളെ മുടി ഒന്നും ഇവിടെ വെട്ടില്ല. ഏതെങ്കിലും ലേഡീസ് ബ്യൂട്ടി പാർലറിലേക്ക് പോയിക്കോ. എനിക്ക് 27 വയസ്സാ. മുടി വെട്ടാൻ വന്ന മര്യാദക്ക് സംസാരിക്കണം, അല്ലെങ്കിൽ കത്രിക കൊണ്ട് ചെവി മുറിച്ചു കളഞ്ഞ. എന്താ ചേട്ടാ, കൊച്ചുകുട്ടിയല്ലേ, ഒന്ന് വെട്ടിക്കൊടുക്കേ. ആരാടാ കൊച്ചുകുട്ടി എന്ന് പറഞ്ഞത്? ഞാനേ ഒരു ആൺ സിംഹമാ. സിംഹോ? പൂച്ചയെ പോലെ ഇരുന്നിട്ട് സംസാരിക്കുന്ന സംസാരം കണ്ടോ? സിംഹത്തിനെ ഫോട്ടോയിൽ കണ്ടിട്ടുണ്ടാവും, നീ സൂവിൽ കണ്ടിട്ടുണ്ടാവും, നേരിൽ കണ്ടിട്ടുണ്ടോടാ? ഓങ്ങി അടിച്ചാൽ 1.5 ടൺ വെയിറ്റാ. കാണുന്നോ? രാത്രി ആർക്കടാ ഫോൺ ചെയ്തേ? കൂട്ടുകാരനാണ് സാർ. എന്താ സംസാരിച്ചേ? ഫ്രണ്ട്സുകൾ തമ്മിൽ പലതും സംസാരിക്കും സാർ. ഞാൻ ആരെന്ന് അറിയാമോടാ? സാറ് പോലീസല്ലേ? എന്നോട് സംസാരിച്ചിട്ടുണ്ടോടാ? ഇതിനു മുമ്പ് നീ എപ്പോഴെങ്കിലും എന്നെ കണ്ടിട്ടുണ്ടോ? അയ്യോ, കണ്ടിട്ടില്ല. അപ്പൊ നിനക്ക് എന്നെ പറ്റി ഒന്നും അറിയില്ല? സത്യമായിട്ട് അറിയില്ല സാർ. 200 പവൻ തന്നെ കല്യാണം കഴിക്കാനിരുന്ന പെണ്ണിനോട് അവൻ പെൺകോന്തനാ, അവൻ പറ്റിച്ച് ചാടിപ്പോന്ന് പറഞ്ഞത് കൂടാതെ അവൻ എയ്ഡ്സ് ഉണ്ട്, കഴിഞ്ഞ ആഴ്ച അത് കൺഫേം ചെയ്തെന്ന് പറഞ്ഞില്ലടാ തെണ്ടി. എന്റെ അമ്മച്ചി, പറയേണ്ട കാര്യങ്ങളൊക്കെ വേറെ എവിടെയോ പറഞ്ഞെന്നാ തോന്നുന്നേ. ഇതിപ്പോ 8ന്റെ പണിയായല്ലോ. എന്തെങ്കിലും ചെയ്ത് നോക്കാം. സാറേ, സാറിന്റെ ഏതെങ്കിലും ശത്രുക്കള് അവരെടുത്ത് പറഞ്ഞതായിരിക്കും സാറേ. 9846371719 നിന്റെ നമ്പർ അല്ലടാ. നമ്പർ എന്റെ തന്നെയാ, പക്ഷേ ഫോൺ കളഞ്ഞു പോയി 2 ദിവസമായി സാറേ. അയ്യോ, പണി കിട്ടി. മൊട്ടേന്ന് വിരിഞ്ഞില്ല, അതിനു മുമ്പ് കള്ളം പറയുന്നോടാ. കോൺസ്റ്റബിൾ, ഇവന്റെ പേര് കേസ് ഫയൽ ചെയ്ത് മൈനർ ജയിലിലേക്ക് അയക്ക്. സാറേ, ഞാനെന്തിനാ മൈനർ ജയിലിലേക്ക് പോകണ്ടേ? 16 വയസ്സ് പയ്യനെ മൈനർ ജയിലിൽ അയക്കാതെ പിന്നെ തീഹാർ ജയിലിലേക്ക് അയക്കോടാ. സാറേ, എനിക്ക് 27 വയസ്സാ. പിന്നെ നുണ പറയണോടാ? സാറേ, എന്റെ അമ്മയാണ് സത്യം. എനിക്ക് 27 വയസ്സായി സാറേ. നിന്റെ മോന്ത കണ്ടാൽ അങ്ങനെ തോന്നുന്നില്ല. മോന്ത കണ്ടാലൊന്നും തോന്നില്ല സാറേ. വേറെന്താണോ നോക്കട്ടെ? ഞാൻ പറഞ്ഞ സാറിനെ തല്ലും. പറഞ്ഞില്ലെങ്കിലും തല്ലും. സാർ, പറഞ്ഞാ മനസ്സിലാക്കണം സാർ. ഈ ആകാശം, ഈ ഭൂമി, ഈ ജലം, ഈ കാറ്റ്, ഇത് എല്ലാത്തിന്റെ മേലെ സത്യം 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 സാർ. വാളിയാ സാറേ, വേണമെങ്കിൽ ഇവരോട് ചോദിക്കേ. അതൊക്കെ കളയടാ. ഇന്നലെ രാത്രി ഫോൺ ചെയ്ത് ആ കല്യാണം നശിപ്പിക്കാന്ന് പറഞ്ഞില്ലേ, നശിപ്പിച്ചോടാ. അപ്പൊ ചെലവ് ആര് ചെയ്യൂടാ? സാറ് ചെയ്യും. ഇദ്ദേഹം സാറേ കൊടുക്ക് സാറേ, വാങ്ങിച്ചോടാ. എന്റെ മോ റേറ്റ് എങ്ങനെ ഉണ്ടായിരുന്നടാ? സൂപ്പറായിരുന്നടാ. ഇവനെന്താ ഇതുവരും ജോലിന്ന് കളയാതെ വെച്ചിരിക്കുന്നത്? അവനൊരു പട്ടിക്കുട്ടിയെ പോലെയാ. ഒരു ബിസ്ക്കറ്റ് എറിഞ്ഞു കൊടുത്താ ഒരാഴ്ച കാലെ ചുറ്റിപ്പറ്റി നടക്കും.
ഇത് പാക്ക് ചെയ്തിട്ട് ബില്ല്. എക്സ്ക്യൂസ് മീ, ഞാനൊരു ആഡ് ഫിലിം മേക്കറാണ്. എൻ്റെ അടുത്ത പ്രോജക്റ്റിന് വേണ്ടി ഇങ്ങനത്തെ ഒരു മുഖമാണ് ഞാൻ അന്വേഷിക്കുന്നത്. ഇത് എൻ്റെ വിസിറ്റിംഗ് കാർഡാണ്. നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ വിളിക്കൂ. ആലോചിച്ച് മതി. നല്ല ഭാവിയുണ്ട് കേട്ടോ. ഹലോ ഹലോ, 7:30 മണിക്ക് പാർട്ടി അയക്കാന്ന് പറഞ്ഞില്ലേ? ഇനി എവിടെ? ബൈ ബൈ. ഡയലോഗ്. ഡാ 1 hour എങ്ങനെയാടാ? കട്ട്. നിങ്ങൾ ഓക്കെ ആണോ? ഓക്കെ സർ. എങ്ങനെയാടാ? എങ്ങനെയാണ് അതാണ് ഡയലോഗ്. ഓക്കെ സർ, ഇവൻ ഈ കോണ്ടം പാക്ട് എടുത്ത് കാണിച്ചോണ്ട് നിങ്ങൾ ഉടനെ പാൻ ചെയ്യണം. Okay, sir. ഓക്കെ അല്ലേ? തുടങ്ങാം. ടേക്ക് 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 ടേക്ക്. റെഡി സർ. റോൾ ആക്ഷൻ. നമസ്കാരം മാഡം. നമസ്കാരം. പറഞ്ഞോളൂ. ഞങ്ങൾ സൂര്യ പ്രൊഡക്ഷനിൽ നിന്ന് വരിക മാഡം. കമ്പനിയിൽ പുതിയ ഹീറോയിനെ നോക്കിക്കൊണ്ടിരിക്കുക. ഡയറക്ടർ നിങ്ങൾ അഭിനയിച്ച ആഡ് കണ്ടിരുന്നു. സബ്ജക്റ്റിൽ കറക്റ്റ് ആയിരിക്കുമെന്ന് ഫീൽ ചെയ്തു. ഓക്കെ പറയേണ്ടത് നിങ്ങളാ മാഡം. കമ്പനി അടുത്തൊരു പടം ചെയ്യുന്നുണ്ട്. ആ പടത്തിൽ മാഡം ആയിരിക്കും ഹീറോയിൻ. 2 വർഷത്തെ എഗ്രിമെന്റ്. ഡീസന്റ് കമ്പനിയാ. ആലോചിക്കണ്ട. ഹീറോയിൻ ചാൻസ് ചോദിച്ച് പലരും കമ്പനി കയറി ഇറങ്ങുന്നുണ്ട്. ഇവിടെ ചാൻസ് നിങ്ങൾ അന്വേഷിച്ച് വന്നിരിക്കുകയാണ്. നല്ല ഫ്യൂച്ചർ ഉണ്ട്. ഈ ഡയറക്ടർ 3 സൂപ്പർ ഹിറ്റ് പടങ്ങൾ ചെയ്ത ആളാണ്. ആലോചിക്കല മോളെ. ശരിയെന്ന് പറ. ഓക്കെ ആണെങ്കിൽ 1 ലക്ഷം രൂപ അഡ്വാൻസ്. അപ്പൊ എന്താ? ഓക്കെ അല്ലേ? ഓക്കെ സർ, നിങ്ങൾ എഗ്രിമെന്റ് റെഡിയാക്കിക്കോളൂ.
എന്താടാ എല്ലാവർക്കും കത്ത് കൊടുത്തോ നീ? ആ കൊടുക്കുന്നുണ്ടടാ. എവിടെ വെച്ചാ വിവാഹം? നാട്ടിൽ തന്നെ. വേറെ എവിടെ? എപ്പോഴാ നീ തിരിച്ചു വരുന്നേ? അവിടെ എങ്ങ് സെറ്റിൽ ആവാൻ പോവാ. ആട്ടെ, നിന്റെ ആളിന് നീ എടുത്തു കൊടുത്തോ? ആരാടാ എന്റെ ആള്? അത് എന്നടാ ചിത്രയ്ക്ക്. അരവിന്ദേട്ടൻ കൊടുക്കണ്ടെന്ന് പറഞ്ഞടാ. അതൊക്കെ പോട്ടെ, അരവിന്ദിനും ചിത്രയ്ക്കും എപ്പോഴാ വിവാഹം? എടാ ചേട്ടനെ കുറിച്ച് നിനക്ക് അറിഞ്ഞൂടെ? ആ ശരി വിട്. അളിയോ, നാളെ തന്നെ നിന്റെ ആള് നിന്റെ കാലിൽ വിടുന്ന് എന്നോട് ക്ഷമിക്കൂ, ഞാൻ ചെയ്തതെല്ലാം തെറ്റാണെന്ന് പറഞ്ഞ് നിന്റെ അടുത്ത് വന്നാ നീ എന്ത് ചെയ്യൂടാ? നീ വെറുതെ ആവശ്യമില്ലാത്ത കാര്യമൊന്നും സംസാരിക്കില്ല. സമയം എനിക്ക് കുറെ ജോലിയുണ്ട്. എടാ, നീ അവളെ കൊല്ലാൻ പോയപ്പോ അവളുടെ കാലിൽ കല്ല് കൊണ്ടപ്പോ തന്നെ നീ പതറിപ്പോയതല്ലേ? ഇപ്പൊ അവള് നേരി വന്നാ നീ സ്വീകരിക്കുവല്ലേ? നീ ആവശ്യമില്ല തന്നെ സമയം വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കും. എനിക്ക് ഒരുപാട് ജോലിയുണ്ട്, ഞാൻ പോവാട്ടോ. ആ പിന്നെ എല്ലാരും വന്നേക്കണട്ടോ. Wow, what a beautiful. എനിക്ക് നിങ്ങളോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. എന്താന്ന് പറ. ആക്ച്വലി ഒരു പടത്തിൽ ഹീറോയിനായിട്ട് അഭിനയിക്കാനുള്ള ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. 2 വർഷത്തെ അഗ്രിമെന്റ്. അതുകൊണ്ടാണ് നിങ്ങളോട് ചോദിക്കാന്ന് വിചാരിച്ചേ. എനിക്ക് തനിച്ചൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. കൊള്ളാമല്ലോടി. മേക്കപ്പ് ഇല്ലാതെ, ക്യാമറ ഇല്ലാതെ നല്ല അഭിനയമാണല്ലോടി. ഞാൻ തന്നെ ഒരു തിയേറ്ററിന്റെ ഉടമയാ. 15 വർഷമായിട്ട് ഫിലിം ഡിസ്ട്രിബ്യൂഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. സൂര്യ പ്രൊഡക്ഷന്റെ 1 ലക്ഷം രൂപ അഡ്വാൻസ് നീ വാങ്ങിച്ചു. അടുത്ത മാസം ഷൂട്ടിംഗ് തുടങ്ങുന്നു. പിന്നെന്തിനാടി എൻ്റെ അടുത്ത് വന്ന് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്? ആ പൊയ്ക്കോ. പോകാൻ പറഞ്ഞ പോടി. ഒരുമാതിരി. 1 മിനിറ്റ്. ആ നെക്ലേസ് ഇങ്ങനെ തിരിച്ചു തന്നേര്. പുതിയൊരു ഐറ്റത്തിന് കൊടുക്കാനുള്ളതാ. എന്താടാ, തിയേറ്ററിനകത്ത് തന്നെയാ? അതെ, തൊഴിൽ നടക്കുന്ന സ്ഥലവാ. നോക്കിയും കണ്ടൊക്കെ ചെയ്താ നല്ലത്. ഒന്ന് പോടോ. പറയണമെന്ന് തോന്നി, നീ എങ്ങനെയെങ്കിലും പോടാ. എക്സ്ക്യൂസ് മീ, 1 മിനിറ്റ്. ഫീൽഡിൽ ആദ്യമായിട്ടാണോ? ഇല്ല മാഡം, ഞാൻ 4-5 ആഡ് ഫിലിമൊക്കെ ചെയ്തിട്ടുണ്ട്. ഷൂട്ടിങ്ങിന് വരുമ്പോ അച്ഛനമ്മനെ വിളിച്ചോണ്ട് വന്നൂടെ? അവർക്ക് ഞാൻ ഈ ഫീൽഡിൽ വന്നത് ഇഷ്ടപ്പെട്ടിട്ടില്ല. കുഞ്ഞമ്മ, കൊച്ചച്ഛൻ, അമ്മായി, അമ്മാവൻ ഇങ്ങനെ ആരെങ്കിലും കൊണ്ടുവന്നൂടെ? അങ്ങനെ ആരുമില്ല മാഡം. ഇപ്പൊ എനിക്ക് വെള്ളം തന്നിട്ട് പോകുന്നത് ആരാന്നറിയോ? മാഡത്തിന്റെ അസിസ്റ്റന്റാ? എന്റെ ഹസ്ബൻഡ്. ഞാനും നിന്നെ പോലെ ആയിരുന്നു. നടിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട് നാട് വിട്ട് ഓടി വന്നു. അവിടെ ഇവിടെയൊക്കെ ഓടി നടന്ന് ഒരുപാട് സമ്പാദിച്ചു കൂട്ടി. 2 കല്യാണം കഴിച്ചു. 2 പേരും നല്ല പൈസക്കാരാ. അവരായിട്ട് വന്ന് ചോദിച്ചു, സമ്മതിച്ചു. കുറച്ചുനാൾ അവർ ജീവിച്ചു നോക്കി. ഒന്നും തന്നെ ശരിയായില്ല. ഡൈവേഴ്സ് ചെയ്യാമെന്ന് അവർ ചോദിച്ചു. അതിന് ഞാൻ സമ്മതിച്ചു. അതിനുശേഷം ഇയാള് വന്നു പെട്ടത്. ചെറുപ്പത്തിൽ എന്റെ നാട്ടിൽ വെച്ച് എന്നെ ഒത്തിരി പ്രേമിച്ചിട്ടുള്ള ആളാ. എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് കല്യാണം കഴിച്ച് ഹസ്ബൻഡ് ആക്കിയിരിക്കുന്നു. 4 നേരം ഭക്ഷണം കൊടുത്താൽ മതി. ശമ്പളം ചോദിക്കില്ല. സൂക്ഷിച്ചു നോക്കുകയും ചെയ്യും. ചുരുക്കി പറഞ്ഞ ഒരു പട്ടിക്കുട്ടിയെ പോലെയാ. എന്റെ അനുഭവം വെച്ച് ഞാൻ പറയുവാ, ഷൂട്ടിങ്ങിന് മാത്രം തനിച്ചു പോകരുത്. ഒരുപാട് കഷ്ടപ്പെടും.
നീയാണ് ലോഗോ എന്ന് കരുതുന്ന ഒരുത്തന് നിന്റെ കൈക്കുള്ളിൽ തന്നെ വെക്കാൻ നോക്ക്. പറഞ്ഞു അനുസരിക്കുന്ന നായ്ക്കുട്ടിയെ പോലെ അവനെ നീ മാറ്റിക്കളയണം. മാർക്കറ്റ് ഡള്ളാവുമ്പോ നിനക്ക് ആവശ്യമുണ്ടെങ്കിൽ അവനെ കല്യാണം കഴിക്കുക, ഇല്ലെങ്കിൽ ഓടിച്ചു വിട്ടേക്കണം. ഹലോ, ഞാൻ ചിത്രയാ. പറയൂ. എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. നാളെ നമുക്കൊന്ന് മീറ്റ് ചെയ്യാൻ പറ്റുമോ? നാളെ രാവിലെ ഞാൻ നാട്ടിൽ പോകണല്ലോ. ഇന്ന് ഈവനിങ്ങോ? സോറി, പറ്റില്ല. നാളെ നാട്ടിൽ ഒരു രജിസ്ട്രേഷൻ ഉണ്ട്. ഓണർ ആണെങ്കിൽ നാട്ടിലും പോയി. പിന്നെ കാശിന് വേണ്ടി ഞാൻ വീട്ടിൽ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. എന്നെ കൊണ്ടൊന്നും വരാൻ പറ്റില്ല. നിങ്ങൾ വരാൻ എത്ര ദിവസം എടുക്കും? എനിക്കറിയില്ല. ഞാൻ അവിടെ വന്ന് നിങ്ങളൊന്ന് കണ്ടോട്ടെ? ശരി, വന്നോളൂ. ഓക്കേ. നീയാണ് ലോഗോ എന്ന് കരുതുന്ന ഒരുത്തന് നിന്റെ കൈക്കുള്ളിൽ തന്നെ വെക്കാൻ നോക്ക്. പറഞ്ഞു അനുസരിക്കുന്ന നായ്ക്കുട്ടിയെ പോലെ അവനെ നീ മാറ്റിക്കളയണം. എനിക്ക് ഒരു നായ്ക്കുട്ടിയെ കിട്ടി. ഞാൻ പുറത്തുണ്ട്. ഡോറ് തുറന്നിരിക്കുക, അകത്ത് വന്നോളൂ. ശരി. എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. പറഞ്ഞോ. എല്ലാവരുടെ ജീവിതത്തിലും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട എന്താണെന്നറിയോ? പണം, സ്നേഹം, പ്രേമം, ഇഷ്ടം. ഇതിനെല്ലാത്തിനേക്കാളിലും ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ളത് ഈ പണം മാത്രമാണ്. ഈ പണത്തിനു വേണ്ടി ഞാനും എൻ്റെ ജീവിതത്തിൽ ചില തെറ്റായ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അത് കാരണം പലതും നഷ്ടപ്പെട്ടു. പണത്തിനു വേണ്ടി ഓടുന്നു. പണം കിട്ടിക്കഴിയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് ആലോചിച്ച് നോക്കുമ്പോൾ വല്ലാത്തൊരു വിഷമം. നമ്മുടെ ലവ് അങ്ങനെ തന്നെയാ. ഇനി എന്തൊക്കെ സംഭവിച്ചാലും നിന്നെ എനിക്ക് തീർച്ചയായിട്ടും വേണം. ഇപ്പൊ ചെറുതായിട്ട് റിയാക്ഷൻ വന്ന് തുടങ്ങി. എനിക്ക് പേജ് കണക്കിന് ഡയലോഗ് പറയാൻ അറിയില്ല. എന്നാലും എൻ്റെ യഥാർത്ഥ അവസ്ഥ എനിക്ക് പറഞ്ഞേ മതിയാകൂ. ഐ ലവ് യു സോ മച്ച്. യഥാർത്ഥ പ്രേമം എന്താണെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. ഈ ലോകത്തിൽ എന്നെ സ്നേഹിക്കുന്ന ഒരേ ഒരു ജീവൻ നീയാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. വേണു, നീയില്ലാതെ എനിക്ക് എനിക്ക് ഒരു നിമിഷം പോലും ജീവിക്കാൻ കഴിയില്ല. എന്തു പറ്റി? കുറച്ചുകൂടി റിയാക്ഷൻ ഇല്ലാതല്ലേ നിൽക്കുന്നേ? പ്ലീസ് വേണു, എന്നെ നീ ഉപേക്ഷിക്കരുത്. നീ എന്നെ വിട്ടുപോയാൽ പിന്നെ ഞാൻ ജീവിക്കുന്നതിൽ ഒരർത്ഥവുമില്ല വേണു. ഇത്രയൊക്കെ ഡയലോഗ് പറഞ്ഞിട്ട് ഏറ്റില്ല എന്നുണ്ടെങ്കിൽ ഇനി നോ ഡയലോഗ്, ഉള്ളി ആക്ഷനാ.
പോയിട്ട് പെട്ടെന്ന് വന്നേക്കണം. സത്യം പറഞ്ഞ ഈ സിറ്റുവേഷന് എനിക്ക് നല്ലൊരു ഡയലോഗാണ് ഓർമ്മ വരുന്നത്. സ്നേഹത്തിന് വേണ്ടി ഒരുത്തിനെ സ്നേഹിക്കാതെ പണത്തിന് വേണ്ടി മാത്രം സ്നേഹിക്കുന്നവളെ നമ്മുടെ നാട്ടിലൊരു പേര് പറഞ്ഞ് വിളിക്കാറുണ്ട്. അവളുമാർക്ക് തുടക്കം സന്തോഷമായിരുന്നാ പോലും അവസാനം ഉണ്ടല്ലോ അത് വെറും നരക. മനസ്സിലായോടി പന്നം.